ഓം അപരോക്ഷാനുഭൂതി, നേരിട്ടുള്ള ആത്മസാക്ഷാത്കാരം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. പരമാനന്ദ സ്വരൂപനും സർവവ്യാപിയും ഈശ്വരനും സർവലോക കാരണവും പ്രഥമ ഗുരുവും ആയ ശ്രീഹരിയെ ഞാൻ നമിക്കുന്നു. ഏതുപോലെ ചിലന്തി തന്റെ ശരീരത്തിലെ ദ്രാവകം കൊണ്ട് വല മെനഞ്ഞെടുക്കുന്നുവോ, അതുപോലെ ഈശ്വരൻ തന്നിൽ നിന്നും തന്നെ ഈ പ്രപഞ്ചം മെനഞ്ഞെടുക്കുന്നു. അപരോക്ഷാനുഭൂതിർവൈ പ്രോച്യതേ മോക്ഷസിദ്ധയേ സദ്ഭിരേവ പ്രയത്നേന വീക്ഷണീയ മുഹുർമുഹു. നേരിട്ടുള്ള ആത്മസാക്ഷാത്കാരത്തിനും മോക്ഷത്തിനും ഉള്ള വഴിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഈ സത്യാന്വേഷണ വഴി നിരന്തര പരിശ്രമവും നിതാന്ത ധ്യാനവും കൊണ്ട് സ്വായത്തമാക്കണം. എന്താണ് അപരോക്ഷാനുഭൂതി? ആത്മാവിനെ നേരിട്ടറിയുക എന്നതാണ്. എല്ലാവർക്കും ആത്മാവിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം. കാരണം അതിനെ നിരാകരിക്കുന്നവർ അവരവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. ആദ്യം അതിന്റെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാകുന്നില്ല. എന്നാൽ ഉപാസനയും തപസ്സും മൂലം മനഃശുദ്ധി വരുമ്പോൾ അജ്ഞാനത്തിന്റെ മറ മാറിത്തുടങ്ങുന്നു. തുടർന്ന് ആത്മാവിനെ സാക്ഷി എന്ന് കാണാൻ കഴിയുന്നു. ഞാൻ സാക്ഷി എന്ന ദ്വന്ദ്വരൂപം മാറി അറിയുന്നവനും അറിയപ്പെടുന്നവനും ഒന്നു തന്നെയാണെന്നും ഇതല്ലാതെ മറ്റൊന്നില്ല എന്നും അറിയുന്നു. ഈ ഏക രൂപം അറിയുന്നതാണ് അപരോക്ഷ അനുഭൂതി. സ്വവർണാശ്രമധർമ്മേണ തപസാ ഹരിതോഷണാത് സാധനം പ്രഭവേത് പുംസാം വൈരാഗ്യാദി ചതുഷ്ടയം. ധർമ്മ അനുഷ്ഠാനങ്ങളാലും തപസ്സിനാലും ശ്രീഹരിയെ പ്രീതിപ്പെടുത്തുന്നവർക്ക് ലഭിക്കുന്ന വൈരാഗ്യം മുതലായ 4 അടിസ്ഥാന യോഗ്യതകൾ നേടണം. ഇവയാണ് 4 അടിസ്ഥാന യോഗ്യതകൾ: വൈരാഗ്യം, വിവേകം, ശമം തുടങ്ങിയ 6 കാര്യങ്ങൾ, മോക്ഷം ലഭിക്കാനുള്ള അതിയായ ആഗ്രഹം. ബ്രഹ്മാദിസ്ഥാവരാന്തേഷു വൈരാഗ്യം വിഷയേഷ്വനു യഥൈവ കാകവിഷ്ടായാം വൈരാഗ്യം തദ്ധി നിർമ്മലം. ഈ ലോകം മുതൽ ബ്രഹ്മലോകം വരെയുള്ള എല്ലാ സുഖഭോഗ വസ്തുക്കളോടുമുള്ള തികഞ്ഞ അവജ്ഞ, അവഗണന, ഇതാണ് ശുദ്ധ വൈരാഗ്യം. ഈ ലോകത്തിലെ സുഖത്തോടുള്ള അവഗണന അടുത്ത ലോകത്തിലെ കൂടുതൽ സുഖങ്ങളെ തേടിയാണെങ്കിൽ അത് ആശയാൽ കളങ്കപ്പെട്ടതാണ് എന്നതിനാൽ അറിവിന്റെ വാതിൽ തുറക്കപ്പെടുകയില്ല. ഈ ലോകത്തിലെയും അടുത്തതിലെയും സുഖങ്ങൾ നൈമിഷികങ്ങളാണ് എന്ന അറിവിന്റെ ഫലമായുള്ള വൈരാഗ്യം, വിരാഗത, അതുമാത്രമേ ശുദ്ധ വൈരാഗ്യം എന്ന് പറയാനാവൂ. അതിനു മാത്രമേ ഏറ്റവും ഉന്നതമായ നന്മ തരാൻ കഴിയൂ. നിത്യമാത്മസ്വരൂപം ഹി ദൃശ്യം തദ്വിപരീതകം ഏവം യോ നിശ്ചയ സമ്യക് വിവേകോ വസ്തുനസ്സവൈ. ആത്മൻ അല്ലെങ്കിൽ സാക്ഷി മാത്രമാണ് ശാശ്വതം, നിത്യം. കാണപ്പെടുന്നതെല്ലാം ഇതിന് വിപരീതമാണ്, അശാശ്വതം, അനിത്യം. അങ്ങനെയുള്ള ഉറച്ച കാഴ്ചപ്പാടിനെയാണ് വിവേകം എന്ന് പറയുന്നത്. ഈ നിരന്തരമായ മാറ്റം ഉണ്ടാകുന്ന പ്രപഞ്ചത്തിൽ മാറ്റമില്ലാത്ത ഒന്നുണ്ട്. മാറ്റം അറിയണമെങ്കിൽ മാറാത്ത ഒന്നുണ്ടാകണമല്ലോ. മാറ്റം എന്നത് അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇതിനെല്ലാം സാക്ഷിയായത് ശാശ്വതവും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതും ആയ ഇതിനെയാണ് ആത്മൻ എന്ന് പറയുന്നത്.
സദൈവ വാസനത്യാഗ ശമോയമിതി ശബ്ദിത നിഗ്രഹോ ബാഹ്യവൃത്തീനാം ദമഃ ഇത്യഭിധീയതേ. വാസനകളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ മുളയിലെ നുള്ളിക്കളയുന്നതിനെയാണ് ശമം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളുടെ ബാഹ്യപ്രവർത്തനങ്ങളെ തടയുന്നതിനാണ് ദമം എന്ന് പറയുന്നത്. മനസ്സിനടിയിൽ ലീനമായി കിടക്കുന്ന വാസനകൾ ബാഹ്യ വസ്തുക്കളുമായി മനസ്സ് ബന്ധപ്പെടുമ്പോൾ ആഗ്രഹങ്ങളായിത്തീരുന്നു. ഈ രണ്ട് തരത്തിലുള്ള പ്രചോദനങ്ങളിൽ നിന്നും മനസ്സിനെ വേർപെടുത്തിയാൽ മാത്രമേ ആഗ്രഹങ്ങളിൽ നിന്നും പൂർണ്ണമായി മോചനം ലഭിച്ചു എന്ന് പറയാനാവൂ. വിഷയേഭ്യ പരാവൃത്തി പരമോ ഉപരതിർഹിസ സഹനം സർവദുഃഖാനാം തിതിക്ഷ സാശുഭമത. വിഷയഭോഗ വസ്തുക്കളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കുന്നതാണ് പരമമായ ഉപരതി. സർവവിധ ദുഃഖങ്ങളെയും വേദനകളെയും ക്ഷമയോടുകൂടി സഹിക്കുക എന്നതാണ് മനസ്സുഖത്തിന് നിദാനമായ തിതിക്ഷ. ശമം ദമം എന്നിവയിൽ നിന്ന് ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഉപരതിക്ക്, എന്നാൽ വ്യത്യാസമുണ്ട്. ശമവും ദമവും പരിശീലിക്കുമ്പോൾ ഒരു ശ്രമമുണ്ട് മനോവ്യാപാരത്തെ നിയന്ത്രിക്കാൻ. എന്നാൽ ഉപരതിയിൽ മനോനിയന്ത്രണം സ്വയമേവ ഉദിക്കുന്നു എന്നതിനാൽ പ്രയത്നം ആവശ്യമില്ല. നിഗമാചാര്യവാക്യേഷു ഭക്തി ശ്രദ്ധേതി വിശ്രുത ചിത്തൈകാഗ്രം തു സല്ലക്ഷ്യേ സമാധാനമിതി സ്മൃതം. വേദവാക്യങ്ങളിലും ഗുരുവാക്കുകളിലും ഉള്ള അചഞ്ചലമായ വിശ്വാസത്തെ ശ്രദ്ധയെന്നും ബ്രഹ്മം എന്ന സത്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള ശ്രദ്ധയെ സമാധാനം എന്നും പറയുന്നു. സംസാരബന്ധനിർമുക്തി കഥം മേ സ്യാത് കഥാവിധേ ഇതിയ സുദൃഢ ബുദ്ധിർ വക്തവ്യ സാ മുമുക്ഷത. എങ്ങനെയാണ് ഭഗവാനെ എനിക്ക് ഈ സംസാരചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കുക എന്ന തീക്ഷ്ണമായ ആഗ്രഹം, അതിനെയാണ് മുമുക്ഷുത എന്ന് പറയുന്നത്. സാധനകളിൽ നാലാമത്തേതാണ് മുമുക്ഷ. ഇതോടെ വിദ്യാർത്ഥി ബ്രഹ്മനെന്ന പരമസത്യത്തെ അറിയാനുള്ള അന്വേഷണത്തിന് അനുയോജ്യനാകുന്നു. ഈ 4 സാധനങ്ങളും വിദ്യാർത്ഥിയുടെ മനസ്സിനെ തയ്യാറാക്കാൻ വേണ്ടിയുള്ളതാണ്. ഉക്തസാധനയുക്തേന വിചാര പുരുഷേണ ഹി കർത്തവ്യോ ജ്ഞാനസിദ്ധ്യർത്ഥം ആത്മന ശുഭമിച്ഛത. മേൽപ്പറഞ്ഞ യോഗ്യതകൾ നേടിയവൻ മാത്രമാണ് സ്വശുഭചിന്തിതനായി നിരന്തരം ജ്ഞാനസമ്പാദനത്തിനായി വിചാരത്തിൽ അല്ലെങ്കിൽ അന്വേഷണത്തിൽ മുഴുകേണ്ടത്. നിരന്തരം വിചാരത്തിൽ മുഴുകുക എന്നാൽ മേൽപ്പറഞ്ഞ സാധനങ്ങൾ വഴി മനസ്സിന്റെ സന്തുലിതാവസ്ഥ നേടിക്കഴിഞ്ഞവൻ അത് നിലനിർത്താൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഈ പ്രപഞ്ചത്തിന്റെ നൈമിഷികതയെപ്പറ്റിയും പരമസത്യത്തിനെ പറ്റിയും ചിന്തിച്ച് അവസാനം അതിൽ ആ സത്യത്തിൽ ലയിക്കുക എന്നതുവരെ ആകണം. നോത്പദ്യതേ വിനാജ്ഞാനം വിചാരേണന്യസാധനേ യഥാ പദാർത്ഥഭാനം ഹി പ്രകാശേന വിനാ കചിത്. വെളിച്ചമില്ലാതെ വസ്തുക്കളെ കാണാൻ കഴിയില്ല എന്നതുപോലെ വിചാരം കൂടാതെ ജ്ഞാനസമ്പാദനത്തിന് മറ്റൊരു മാർഗവുമില്ല. മറ്റൊരു മാർഗവും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മം, ഉപാസന മുതലായവയാണ്. ജ്ഞാനത്തിന്റെ വെളിച്ചത്തെ അറിവില്ലായ്മയാണ് മറച്ചിരിക്കുന്നത്. അത് മാറ്റേണ്ടതുണ്ട്. നാം കർമ്മത്തിലും ഉപാസനയിലും മുഴുകിയിരിക്കുമ്പോൾ അതിന്റെ പിടിയിലായിത്തീരുന്നു. ഈ അറിവില്ലായ്മയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മാത്രമാണ് അത് പിന്മാറുകയും അവസാനം ഇല്ലാതാവുകയും ചെയ്യുന്നതും ജ്ഞാനത്തിന്റെ വെളിച്ചം പ്രകാശിക്കുന്നതും. കോഹം കഥമിഹം ജാതം കോ വൈ കർത്താസ്യ വിദ്യതേ ഉപാദാനം കിമസ്തീഹ വിചാര
സ്വയമീദൃശ. ഞാൻ ആര്? ഈ പ്രപഞ്ച ഉൽപ്പത്തി എങ്ങനെ? ആരാണ് സൃഷ്ടാവ്? ഏത് വസ്തുക്കളിലാണ് ഈ പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? അന്വേഷണത്തിന്റെ മാർഗം ഇതാണ്. ഞാൻ ആരാണ്? നമ്മൾ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മളുടെ യഥാർത്ഥ സ്വഭാവം നമുക്കറിയില്ല. ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ശരീരമാണ് നാം എന്ന് തോന്നുന്നു. ശക്തനോ ദുർബലനോ ചെറുപ്പക്കാരനോ വയസ്സനോ എന്നിങ്ങനെ തോന്നുന്നു. സ്വപ്നാവസ്ഥയിലാകട്ടെ ഈ ശരീരത്തെ വിട്ട് നമ്മളുടെ മാനസികാവസ്ഥ അനുസരിച്ച് സന്തോഷവാനായോ സങ്കടാവസ്ഥയിൽപ്പെട്ടവനായോ തോന്നുന്നു. എന്നാൽ ഗാഠനിദ്രയിലാകട്ടെ ഇതിലൊന്നും അനുഭവിക്കാതെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത സ്ഥിതിയിലായിത്തീരുന്നു. ദിവസവും നാം ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ നാം അറിയുന്നില്ല. അതിനാലാണ് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം അത്ഭുതകരമായി തോന്നുന്നത്. നാഹം ഭൂതഗണോ ദേഹോ നാഹം ചാക്ഷഗണം തഥാ ഏതദ് വിലക്ഷണ കശ്ചിത് വിചാര സ്വയമീദൃശ. പഞ്ചഭൂത സമ്മിശ്രമായ ഈ ശരീരമാണോ ഞാൻ? പഞ്ചേന്ദ്രിയങ്ങളുടെ ആകത്തുകയായ ശരീരമാണോ ഞാൻ? അല്ല. ഞാൻ ഇവയിൽ നിന്നൊക്കെ വിഭിന്നനായ മറ്റെന്തോ ആണ്. ഇതാണ് അന്വേഷണ മാർഗം. ഈ ശരീരത്തിന്റെ ഘടന കുറെ ഓജസ്സുറ്റ വസ്തുക്കളിൽ നിന്നാണ്. അതിനാൽ അതിൻ്റെതായ ചൈതന്യമില്ല. ശരീരമായിരുന്നു ഞാനെങ്കിൽ എനിക്കും ചൈതന്യം ഉണ്ടാകുകയില്ലായിരുന്നു. എന്നാൽ വസ്തുത അങ്ങനെയല്ലോ. അതിനാൽ ഞാൻ ഈ ശരീരമല്ല, മറ്റെന്തോ ആണ്. അജ്ഞാനപ്രഭവം സർവം ജ്ഞാനേന പ്രവിലീയതേ സങ്കൽപ്പോ വിവിധ കർത്ത വിചാര സ്വയമീദൃശ. അജ്ഞാനമാണ് ഇതിനെല്ലാം ഉറവിടം. ഇതെല്ലാം ജ്ഞാനോദയത്തിൽ അലിഞ്ഞ് ഇല്ലാതാകുന്നു. വിവിധങ്ങളായ സങ്കല്പങ്ങളാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. ഈ വഴിക്കാണ് അന്വേഷണം പോകേണ്ടത്. 12ാം ശ്ലോകത്തിലെ ചോദ്യത്തിന് ഉത്തരമാണിത്. ഈ പ്രപഞ്ചത്തിന്റെ കാരണമെന്ത് എന്നതിന് അത് അജ്ഞാനമാണ് എന്ന് പറയുന്നു. ചിലപ്പോൾ വഴിയിൽ കിടക്കുന്ന കയറ് കണ്ട് അത് പാമ്പാണെന്ന് തോന്നി നാം പിൻവാങ്ങുന്നു. എന്നാൽ പിന്നെ അത് കയറാണെന്ന് കണ്ടുപിടിക്കുന്നതോടെ ഇതെങ്ങനെ പാമ്പായി തോന്നി എന്ന വിചാരം മനസ്സിൽ ഉദിക്കുന്നു. അന്വേഷണത്തിൽ ഈ തെറ്റിദ്ധാരണയുടെ കാരണം കയറിന്റെ യഥാർത്ഥ പ്രകൃതത്തെപ്പറ്റിയുള്ള നമ്മുടെ അറിവില്ലായ്മയാണ് എന്ന് ബോധ്യപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ച കാരണവും. സത്യത്തെ നമ്മിൽ നിന്നും മറച്ചു പിടിക്കുന്ന അജ്ഞാനം അല്ലെങ്കിൽ മായ കാരണമാണ് ഈ പ്രപഞ്ചം നാം നമ്മുടെ മുമ്പിൽ കാണുന്നത്. നമ്മുടെ സ്വപ്നത്തിൽ ഈ പ്രപഞ്ചം ഒന്നുമില്ല എന്ന് മാത്രമല്ല, നമ്മുടെ സങ്കല്പങ്ങൾക്ക് അനുസരണം മറ്റൊരു പ്രപഞ്ചം ഇതേ പ്രപഞ്ചം പോലെ തന്നെ കാണപ്പെടുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ പ്രപഞ്ചവും ഇതുപോലെ നമ്മുടെ സങ്കല്പത്തിൽ നിന്നും ഉണ്ടായതാണ് എന്ന് തന്നെ. ഏതയോർ യദുപാദാനം ഏകം സൂക്ഷ്മം സദവ്യയം യഥൈവ മൃത്ഘടാദീനാം വിചാര സ്വയമീദൃശ. മണ്ണാണ് കുടം, കലം എന്നിവയ്ക്ക് ആധാരം എന്നതുപോലെ അജ്ഞാനത്തിനും സങ്കല്പങ്ങൾക്കും കാരണം അഥവാ ആധാരം അദ്വിതീയവും അതിസൂക്ഷ്മവും ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതും സുസ്ഥിരവുമായ ആ ഒന്ന് മാത്രമാണ്. ഇതാണ് ആലോചനയുടെ മാർഗം. അഹമേകോപി സൂക്ഷ്മംശ്ച ജ്ഞാതാ സാക്ഷി സദവ്യയ തദഹം നാത്ര സന്ദേഹോ വിചാര സ്വയമീദൃശ. സൂക്ഷ്മവും എല്ലാം അറിയുന്നവനും സാക്ഷിയും എപ്പോഴും ഉള്ളവനും സുസ്ഥിരനും ആയവനാണ് ഞാനും എന്നിരിക്കെ അതാണ് ഞാൻ എന്നതിൽ തർക്കമില്ല. ഇതാണ് അന്വേഷണത്തിന്റെ വഴി. നമ്മുടെ എല്ലാ സങ്കല്പങ്ങളിലും ബോധവാനായി നിൽക്കുന്നവൻ, ഞാൻ എന്ന ഭാവത്തെ പോലും അറിയുന്നവൻ, ഞാൻ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്നതിലെ കർത്താവ് ആയ ഞാനും
കർമ്മം ആയ ഞാനും രണ്ടും രണ്ടാണ്. കർമ്മമായ ഞാൻ ആണ് ഞാൻ എന്ന ഭാവം. കർത്താവായ ഞാൻ ആണ് പരമമായ അറിയുന്നവൻ. അത് ആണ് ഞാൻ. ഞാൻ എന്ന ഭാവത്തിലെ ഞാൻ ശരീരാദി തുടങ്ങിയ അതിന്റെ അതിർത്തികളെ പൊളിച്ചുമാറ്റിയാൽ പരമമായ ഞാൻ എന്ന ഭാവമാണ്. അത് ബ്രഹ്മൻ എന്ന പദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആയിത്തീരുന്നു എന്ന് യഥാർത്ഥത്തിൽ ബ്രഹ്മൻ തന്നെയാണ് ഞാൻ. പരിമിതികൾ അജ്ഞാനത്തിന്റെ മാത്രം സൃഷ്ടികളാണ്. ആത്മാ വിനിഷ്കലോ ഹ്യേകോ ദേഹോ ബഹുഭിരാവൃത തയോരൈക്യം പ്രപശ്യന്തി കിമജ്ഞാനമത പരം. ആത്മാവ് ഒന്നാണ്, അവിഭാജ്യമാണ്, പൂർണ്ണമാണ്. അതിന് ഭാഗങ്ങളില്ല, അംഗങ്ങളില്ല. ഈ ശരീരമാണെങ്കിൽ പല ഭാഗങ്ങളായിട്ടാണ് താനും. എന്നിട്ടും മനുഷ്യർ ഇവ രണ്ടിനെയും ഒന്നായി കാണുന്നു. ഇതിൽ പരം വലിയ അജ്ഞാനമുണ്ടോ? ആത്മാ നിയാമകശ്ചാന്തർ ദേഹോ ബാഹ്യോ നിയമ്യക തയോരൈക്യം പ്രപശ്യന്തി കിമജ്ഞാനമത പരം. ആത്മാവ് ശരീരത്തെ ഭരിക്കുന്നവനാണ്, ആന്തരികമാണ്. എന്നാൽ ശരീരമാകട്ടെ ഭരിക്കപ്പെടുന്നതും ബാഹ്യവുമാണ്. എന്നിട്ടും മനുഷ്യർ ഇവ രണ്ടിനെയും ഒന്നെന്ന് കാണുന്നു. ഇതിനേക്കാൾ വലിയ അജ്ഞാനം മറ്റെന്താണ്? ആത്മാ ജ്ഞാനമയ പുണ്യോ ദേഹോ മാംസമയോ അശുചി തയോരൈക്യം പ്രപശ്യന്തി കിമജ്ഞാനമത പരം. ആത്മാവ് എല്ലാം അറിയുന്നവനും പരിശുദ്ധവുമാണ്. ശരീരമോ വെറും മാംസവും അശുദ്ധവും. എന്നിട്ടും മനുഷ്യർ ഇവ രണ്ടിനെയും ഒന്നെന്ന് കാണുന്നു. ഇതിൽ പരം അജ്ഞാനം മറ്റെന്താണ്? ആത്മാ പ്രകാശക സ്വച്ഛോ ദേഹ താമസമുച്യതേ തയോരൈക്യം പ്രപശ്യന്തി കിമജ്ഞാനമത പരം. ആത്മാവ് ജ്യോതിർമയനും സ്വച്ഛവും, ശരീരമോ തമോമയവും. എന്നിട്ടും മനുഷ്യർ രണ്ടിനെയും ഒന്നെന്ന് കാണുന്നു. ഇതിൽ പരം അജ്ഞാനം മറ്റെന്താണ്? ആത്മാ നിത്യോ ഹി സദ്രൂപോ ദേഹോ അനിത്യോ ഹ്യസന്മയ തയോരൈക്യം പ്രപശ്യന്തി കിമജ്ഞാനമത പരം. ആത്മാവ് ശാശ്വതമാണ്. എന്തെന്നാൽ അതുമാത്രമാണ് എപ്പോഴും ഉണ്ട്. ശരീരമോ നശ്വരവും, അതിനാൽ ഇല്ലാത്തതും. എന്നിട്ടും മനുഷ്യർ ഇവ രണ്ടും ഒന്നെന്ന് കാണുന്നു. ഇതിൽ പരം അജ്ഞാനം മറ്റെന്താണ്? ശരീരമോ നശ്വരവും, അതിനാൽ ഇല്ലാത്തതും എന്ന് വെച്ചാൽ ശരീരം പ്രതിനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ശാശ്വതമല്ല. ശാശ്വതമല്ല എങ്കിലും ഇല്ലാത്തത് എന്ന് എങ്ങനെ പറയാം? നിലനിൽക്കുന്നിടത്തോളം ഉള്ളതായി കാണുന്നുവല്ലോ. ശരീരത്തിന് താൽക്കാലികമെങ്കിലും നിലനിൽപ്പുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ അത് താരതമ്യേന ഉള്ളതെന്ന് പറയാവുന്ന നിലനിൽപ്പ് മാത്രമാണ്. ശരീരത്തിന്റെ യഥാർത്ഥ രൂപമാണെങ്കിൽ നിമിഷം തോറും മാറിക്കൊണ്ട് അവസാനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എന്നതാണ് സത്യം. ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ അർത്ഥമെന്താണ്? ഈ നിമിഷം ഉണ്ടായിരുന്നു എന്ന് തോന്നിയ ശരീരമല്ല അടുത്ത നിമിഷം ഉള്ളതെന്ന് നമുക്കറിയാം. ശരീരത്തിലെ സകല കോശങ്ങളും മാറി ഇല്ലാതാകുന്നു. പുതിയ കോശങ്ങൾ വരുന്നു, അവയും പോകുന്നു. ഇങ്ങനെ വന്നുപോകുന്ന പ്രക്രിയയിലൂടെ ഉള്ള ഒരു തോന്നൽ മാത്രമാണ് ശരീരം. ആത്മന തത് പ്രകാശത്വം യത് പദാർത്ഥാവഭാസനം നാഗ്നാദി ദീപ്തിവത് ദീപ്തിർ ഭവത്യാന്ധം യഥോ നിശീ. ആത്മാവിന്റെ പ്രകാശമാണ് വസ്തുക്കളുടെ നിലനിൽപ്പിന് ആധാരം. അതിന്റെ പ്രകാശം അഗ്നിയുടേതുപോലെയല്ല. അഗ്നിയുടെയും മറ്റും പ്രകാശം ഉണ്ടായിട്ടും ഇരുട്ടും രാത്രിയും ഉണ്ടാകുന്നല്ലോ. അതിന്റെ പ്രകാശം അഗ്നിയുടേതുപോലെ അല്ല. എന്നാൽ അഗ്നിയുടെയും മറ്റും സൂര്യൻ ഉൾപ്പെടെ പ്രകാശത്തിന് എല്ലായിടത്തും എത്താൻ കഴിയുന്നില്ല. അതിനാൽ ചിലയിടങ്ങളിൽ ഇരുട്ട് നിലനിൽക്കുന്നു. ആത്മാവിന്റെ പ്രകാശത്തിന് അത്തരം പരിമിതികളില്ല. ഒന്നിനും ഇരുട്ടിനും എതിരല്ലതാനും. ആത്മാവിന്റെ പ്രകാശം എപ്പോഴും എല്ലായിടത്തും ഉണ്ടാകുന്നു. വസ്തുക്കളും വെളിച്ചവും ഇരുട്ടുപോലും സ്വബോധം എന്ന നിലയിൽ
ആത്മപ്രകാശം ഉള്ളതുകൊണ്ട് മാത്രമാണ് നാം കാണുന്നത്. ദേഹോഹമിത്യയം മൂഢോ ധൃത്വാ തിഷ്ഠത്യഹോ ജന മമായമിത്യഭിജ്ഞാത്വാ ഘട ദൃഷ്ടേവ സർവദാ. ഒരുവൻ കുടത്തെ കണ്ട് അത് തന്നിൽ നിന്നും വ്യതിരിക്തമാണെന്ന് മനസ്സിലാക്കുന്നതുപോലെ ശരീരവും തന്റേതാണെന്നും അതിനാൽ തന്നിൽ നിന്നും വിഭിന്നമാണെന്നും അറിയുന്നെങ്കിലും അജ്ഞാനത്തിന്റെ പിടിയിൽപ്പെട്ട് താൻ തന്നെയാണ് ഈ ശരീരം എന്ന് വിശ്വസിച്ചിരിക്കുന്നത് എന്ത് ആശ്ചര്യമായിരിക്കുന്നു. ലോകായതികർ, അതായത് ഭൗതികവാദികൾ പറയുന്നത് പഞ്ചഭൂതങ്ങൾ എങ്ങനെയോ വന്ന മാറ്റങ്ങളുടെ ഭാഗമായി ഒരു പ്രത്യേക രീതിയിൽ ചേർന്നുണ്ടായതാണ് ഈ ശരീരവും ജീവനും ബോധവും എന്നും മരണത്തോടെ എല്ലാം തിരികെ പോകുന്നു എന്നുമാണ്. ബ്രഹ്മൈവാഹം സമശാന്ത സച്ചിദാനന്ദലക്ഷണ നാഹം ദേഹോ ഹ്യസദ്രൂപോ ജ്ഞാനമിത്യുച്യതേ ബുധൈ. സമചിത്തനും ശാന്തനും എന്നും നിലനിൽക്കുന്നവനും ജ്ഞാനമൂർത്തിയും പരമാനന്ദ സ്വരൂപനും ആയ ബ്രഹ്മൻ ഞാൻ തന്നെയാണ്, അല്ലാതെ നിലനിൽപ്പില്ലാത്ത ശരീരമല്ല ഞാൻ. ഇതാണ് ശരിയായ അറിവ് എന്ന് ബുദ്ധിമതികൾ പറയുന്നു. ഞാനാണ് ബ്രഹ്മൻ. ഒരു വ്യത്യാസവും അവ തമ്മിൽ സ്വഭാവത്തിൽ ഇല്ലാത്തതിനാൽ ഞാൻ ആത്മാവ് തന്നെയാണ് ബ്രഹ്മൻ. മാത്രമല്ല, യഥാർത്ഥത്തിൽ ആത്മാവ് ബ്രഹ്മൻ എന്ന് രണ്ട് ഇല്ല. ഇവ ചില സാഹചര്യത്തിൽ രണ്ടായി പറയപ്പെടുന്നു എന്ന് മാത്രം. ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ അവസാനത്തിൽ ചെന്നെത്തുന്നത് ബ്രഹ്മനിലാണ്. അത് മാത്രമേ സത്യമായി ഉള്ളൂ എന്ന അറിവിലാണ്. ഞാൻ ആര് എന്നതിനെപ്പറ്റിയുള്ള അന്വേഷണവും അവസാനം ചെന്നെത്തുന്നത് ആത്മാവിലാണ്. കാരണം സത്യമായി അത് മാത്രമേ ഉള്ളൂ എന്ന അറിവിലാണ്. ഈ ആത്മാവിൽ നിന്ന് തന്നെയാണ് ഈ ബാഹ്യപ്രപഞ്ചവും ഉണ്ടായത് എന്ന അറിവിലാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിന് ആധാരമായ ബ്രഹ്മൻ താൻ തന്നെയാണ് എന്ന് അറിയുന്നു. ഇതെല്ലാം ബ്രഹ്മമാകുന്നു. ആത്മാവ് തന്നെയാണ് ബ്രഹ്മൻ. മണ്ഡൂക്യ ഉപനിഷത്ത്. നിർവികാരോ നിരാകാരോ നിരവധ്യോഹമവ്യയ നാഹം ദേഹോ ഹ്യസദ്രൂപോ ജ്ഞാനമിത്യുച്യതേ ബുധൈ. മാറ്റമില്ലാത്ത, രൂപമില്ലാത്ത, അപൂർണതയില്ലാത്ത, നശിക്കാത്തവനാണ് ഞാൻ. അല്ലാതെ നിലനിൽപ്പ് പോലുമില്ലാത്ത ഈ ശരീരമല്ല ഞാൻ. ഇതാണ് ശരിയായ അറിവ് എന്ന് ബുദ്ധിമതികൾ പറയുന്നു. നിരാമയോ നിരാഭാസോ നിർവികൽപോഹമാതത നാഹം ദേഹോ ഹ്യസദ്രൂപോ ജ്ഞാനമിത്യുച്യതേ ബുധൈ. എനിക്ക് അസുഖങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല. എല്ലാ സങ്കല്പങ്ങൾക്കും അതീതനാണ് ഞാൻ. മറ്റൊന്ന് പകരം വയ്ക്കാനില്ലാത്തവനാണ് ഞാൻ. എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നവനാണ് ഞാൻ. അല്ലാതെ നിലനിൽപ്പ് പോലുമില്ലാത്ത ഈ ശരീരമല്ല ഞാൻ. ഇതാണ് ശരിയായ അറിവെന്ന് ബുദ്ധിമതികൾ പറയുന്നു. ഞാൻ എല്ലാ സങ്കല്പങ്ങൾക്കും അതീതനാണ്. എന്നാൽ ആലോചനയ്ക്ക് എന്നെ വിഷയമാക്കാൻ കഴിയില്ല. കാരണം ആലോചന എന്നതിൽ കർത്താവ്, കർമ്മം, അറിയുന്നവൻ, അറിയപ്പെടുന്നവ എന്നിവയുണ്ട്. എന്നാൽ പരമമായ ആത്മാവിൽ അവയ്ക്ക് സ്ഥാനമില്ല. അവയ്ക്ക് എന്ന് മാത്രമല്ല, ആത്മാവ്, ആത്മാവല്ലാത്ത എന്ന ദ്വന്ദ്വ വിചാരത്തിന് പോലും അവിടെ സ്ഥാനമില്ല. നിർഗുണോ നിഷ്ക്രിയോ നിത്യോ നിത്യയുക്തോഹമച്യുത നാഹം ദേഹോ ഹ്യസദ്രൂപോ ജ്ഞാനമിത്യുച്യതേ ബുധൈ. എനിക്ക് പ്രത്യേക ഗുണങ്ങളൊന്നുമില്ല, പ്രത്യേക പ്രവർത്തനമൊന്നുമില്ല. അനശ്വരവും സ്വതന്ത്രവും ശാശ്വതവുമാണ് ഞാൻ. അല്ലാതെ ശാശ്വതമല്ലാത്ത ഈ ശരീരമല്ല ഞാൻ. ഇതാണ് ശരിയായ അറിവ് എന്ന് ബുദ്ധിമതികൾ പറയുന്നു. നിർമ്മലോ നിശ്ചലോനന്ദ ശുദ്ധോഹമജരോ അമര നാഹം ദേഹോ ഹ്യസദ്രൂപോ ജ്ഞാനമിത്യുച്യതേ ബുധൈ. അശുദ്ധിയിൽ നിന്നും മുക്തനും അചഞ്ചലനും
അതിരുകൾ അല്ലെങ്കിൽ പരിമിതികൾ ഇല്ലാത്തവനും സ്വച്ഛനും അനശ്വരനും ശാശ്വതനും ആണ് ഞാൻ. അല്ലാതെ സ്വന്തമായ നിലനിൽപ്പ് പോലുമില്ലാത്ത ശരീരമല്ല ഞാൻ. ഇതാണ് ശരിയായ അറിവ് എന്ന് ബുദ്ധിമതികൾ പറയുന്നു. സ്വദേഹേ ശോഭനം സന്തം പുരുഷാഖ്യം ച സമ്മതം കിം മൂർഖ ശൂന്യമാത്മാനം ദേഹാതീതം കരോഷി ഭോ. അല്ലയോ മൂഢ, തന്റെ ശരീരത്തിൽ നിവസിക്കുന്നതും എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായതും ബ്രഹ്മന് തുല്യം എന്ന് ശ്രുതികൾ വിശേഷിപ്പിക്കുന്നതും ആയ പരമാനന്ദ സ്വരൂപനും ശാശ്വതനുമായ ആത്മാവ് ഒരിക്കലും ഉള്ളതല്ല എന്ന് എന്തിനു തറപ്പിച്ചു പറയുന്നു? മനുഷ്യ മനസ്സിന് ആലോചിക്കാൻ കഴിവുള്ളത്രയും പ്രത്യേകതകൾ മുൻപുള്ള ശ്ലോകങ്ങളിൽ ആത്മാവിനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെയൊരു ആത്മാവ് ഉള്ളത് തന്നെയോ എന്ന് സംശയം തോന്നാം. അതിന് മറുപടിയായിട്ടാണ് പറയുന്നത്, ആത്മാവ് ഓരോരുത്തരുടെയും അനുഭവമാണ് എന്ന്. അതിനാൽ അതിനെ നിരാകരിക്കാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ അതിനെ ശൂന്യമെന്നോ ഇല്ലാത്തതെന്നോ പറയുന്നതിൽ യുക്തിയില്ല എന്ന്. സ്വാത്മാനം ശൃണുമൂർഖത്വം ശ്രുത്യാ യുക്ത്യാ ച പുരുഷം ദേഹാതീതം സദാകാരം സുദുർദർശം ഭവാദൃശോ. അല്ലയോ മൂഢ, ശ്രുതിയുടെയും യുക്തിയുടെയും സഹായത്തോടെ തന്റെ തന്നെ ആത്മാവിനെ, പുരുഷനെ സ്വയം അറിയുവാൻ ശ്രമിക്കുക. ഈ പുരുഷൻ ശരീരത്തിൽ നിന്ന് വിഭിന്നവും എന്നാൽ ശൂന്യമല്ല, ശാശ്വതനും എന്നാൽ നിങ്ങളെ പോലെയുള്ളവർക്ക് അറിയുവാൻ വിഷമമുള്ളവനും ആകുന്നു. അഹം ശബ്ദേന വിഖ്യാത ഏക ഏവ സ്ഥിതപരഃ സ്ഥൂലസ്ത്വനേകതാം പ്രാപ്ത കഥം സ്യാദേഹകപ്പുമാൻ. ഞാൻ എന്ന ശബ്ദത്താൽ വിഖ്യാതമായ അവനും ശരീരത്തിനും അപ്പുറത്തുള്ളവനും ഒന്നു മാത്രം ആയവനും ആകുന്നു. ഈ സ്ഥൂല ശരീരങ്ങളാണെങ്കിൽ പലതാണ്. അങ്ങനെയിരിക്കവേ രണ്ടും എങ്ങനെ ഒന്നാകും? അഹം ദൃശ്യതയാ സിദ്ധോ ദേഹോ ദൃശ്യതയാ സ്ഥിതഃ മമായമിതി നിർദ്ദേശാത് കഥം സ്യാദേശക പുമാൻ. കാണുക എന്ന ക്രിയയുടെ കർത്താവ് ഞാൻ എന്നും ശരീരം കർമ്മം എന്നും തർക്കമറ്റതാണല്ലോ. അതുകൊണ്ടാണല്ലോ നാം ശരീരത്തെപ്പറ്റി ഇത് എന്റെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരീരം എങ്ങനെയാണ് പുരുഷനാകുന്നത്? ഇതെന്റെയാകുന്നു എന്ന്. ഈ ശരീരം എന്റെ വസ്തുവാകുന്നു, അതിനാൽ എന്നിൽ നിന്നും ബാഹ്യമാണ്, അതിനാൽ ഇത് ഞാനുമായി ഒന്നാണെന്ന് തോന്നലിനൊരവസരവുമില്ല എന്ന്. അഹം വികാരഹീനസ്തു ദേഹോ നിത്യം വികാരവാൻ ഇതി പ്രതീയതേ സാക്ഷാത് കഥം സ്യാദേഹകപ്പുമാൻ. നാം നേരിട്ട് അനുഭവിക്കുന്ന സത്യമാണ് ഈ ഞാൻ, ആത്മാവ് മാറ്റമില്ലാത്തവനാണ് എന്നതും ശരീരമാണെങ്കിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് എന്നതും. അപ്പോൾ ഈ ശരീരം എങ്ങനെ പുരുഷനാകും? സന്തോഷത്തിലും സങ്കടത്തിലും കുട്ടിക്കാലത്തും യൗവനത്തിലും വയസ്സാകുമ്പോഴും ശരീരത്തിൽ പല പല മാറ്റങ്ങൾ ഉണ്ടായി എങ്കിലും ആത്മാവ് അതുപോലെ മാറ്റമില്ലാതെ നിലകൊള്ളുന്നു. അല്ലെങ്കിൽ ശരീരവും മനസ്സും മാറിപ്പോയ ഒരാളെ നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? യസ്മാത് പരമിതി ശ്രുത്വാ തയാ പുരുഷലക്ഷണം വിനിർണീതം വിമൂഢേന കഥം സ്യാദേഹക പുമാൻ. ബുദ്ധിമതികൾ പുരുഷന്റെ സത്യസ്ഥിതി ശ്രുതിയിൽ നിന്നും അറിഞ്ഞിട്ടുണ്ട്. പുരുഷനുപരി മറ്റൊന്നില്ല എന്നും മറ്റും. അപ്പോൾ ഈ ശരീരം എങ്ങനെ പുരുഷനാകും? ശ്വേതസ്വതര ഉപനിഷത്ത്. പുരുഷനേക്കാൾ ഉന്നതമോ സൂക്ഷ്മമോ വലുതോ ആയ മറ്റൊന്നില്ല. ഈ സൃഷ്ടി മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പുരുഷൻ മരത്തെപ്പോലെ അനങ്ങാതെയിരിക്കുന്നു. പ്രത്യേക ശക്തിയാണ്, പ്രകാശഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന അതുല്യപ്രഭയാണ് എന്ന് പറയുന്നു. സർവം പുരുഷയേവേദി
സൂക്തേ പുരുഷസപ്നിതേ അപ്യുച്യതേ യതഃ ശ്രുത്യാ കഥം സ്യാ ദേഹകപുമാൻ. മാത്രമല്ല ശ്രുതി തന്നെ പുരുഷ സൂക്തത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം പുരുഷൻ തന്നെയാണ് എന്ന്. അപ്പോൾ ഈ ശരീരം എങ്ങനെ പുരുഷനാകും? പുരുഷ സൂക്തം ഋഗ്വേദത്തിന്റെ ഭാഗം ആണ്. ഈ പ്രപഞ്ചത്തിന്റെ ആരംഭം കുറിച്ച പരമാത്മാവിനെ പറ്റിയുള്ള ഏറ്റവും ഉന്നതമായ സങ്കല്പങ്ങൾ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച ശ്ലോകം താഴെ പറയുന്നു: ഈ കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവനും പുരുഷനാണ്. അസംഗ പുരുഷ പ്രോക്ത ബൃഹദാരണ്യകേപി ച അനന്തമല സംശ്ലിഷ്ട കഥം സ്യാ ദേഹകപുമാൻ. അതുപോലെ ബൃഹദാരണ്യ ഉപദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഈ പുരുഷൻ പൂർണ്ണമായും നിസ്സംഗനാണ്. അപ്പോൾ ഇത്രയും അധികം അശുദ്ധി കലർന്ന ഈ ശരീരം എങ്ങനെയാണ് പുരുഷനാകുക? ഈ പുരുഷൻ പൂർണ്ണമായും നിസ്സംഗനാണ് എന്നതിന് താഴെ പറയുന്ന വരികളാണ് ആധാരം. ഈ പുരുഷൻ ഒന്നിനോടും ബന്ധം പുലർത്തുന്നില്ല, പൂർണ്ണമായും നിസ്സംഗനാണ്. അതിനാൽ സ്വപ്നാവസ്ഥയിൽ കണ്ടതൊന്നും ഉണർന്നിരിക്കുന്ന സമയം പ്രകടമാക്കുന്നില്ല. തത്രൈവ ച സമാഖ്യാത സ്വയം ജ്യോതിർഹി പുരുഷ ജഡ പരപ്രകാശ്യോയം കഥം സ്യാ ദേഹകപുമാൻ. കൂടാതെ പുരുഷൻ സ്വയം പ്രകാശകനാണ് എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വയം ചലനശേഷി പോലും ഇല്ലാത്തതും മറ്റൊരു ജ്യോതിസിനാൽ മാത്രം പ്രകാശിപ്പിക്കപ്പെടുന്നതുമായ ഈ ശരീരം എങ്ങനെയാണ് പുരുഷനാകുക? ബൃഹദാരണ്യകത്തിൽ പറഞ്ഞിരിക്കുന്നു, സ്വപ്നത്തിൽ പുരുഷൻ സ്വയം പ്രകാശിതനാണ് എന്ന് തെളിയുന്നു എന്ന്. പ്രോക്തോപി കർമ്മകാണ്ഡേന യാത്മാ ദേഹാദ് വിലക്ഷണ നിത്യശ്ച തത്ഫലം ഭുങ്ക്തൈ ദേഹാപാദാദനന്തരം. ആത്മാവ് ശാശ്വതവും ശരീരത്തിൽ നിന്ന് വിഭിന്നവുമാണെന്നും കർമ്മകാണ്ഡവും പ്രസ്താവിക്കുന്നു. ശരീരം ഇല്ലാതായ ശേഷവും ആത്മാവ് നിലനിൽക്കുന്നുവെന്നും കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നുവെന്നും പറയുന്നു. മതപരമായ ചടങ്ങുകളെപ്പറ്റിയും പൂജകർമാദികളെപ്പറ്റിയും മറ്റും പ്രതിപാദിക്കുന്ന വേദഭാഗമാണ് കർമ്മകാണ്ഡം. ഇതിൽ വിശ്വസിക്കുന്നവർ ഈശ്വരനിലും ദൈവത്തിലും വിശ്വസിക്കുന്നില്ല. എന്നിരുന്നാലും ശരീരത്തിൽ നിന്ന് വിഭിന്നവും ശരീരം ഇല്ലാതായ ശേഷവും കർമ്മഫലങ്ങൾ അനുഭവിക്കാനായി നിലനിൽക്കുന്ന ഒരു സുസ്ഥിരമായ ആത്മാവിനെപ്പറ്റി അവർക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ ജ്ഞാനകാണ്ഡം, അതായത് വേദാന്തം മാത്രമല്ല, കർമ്മകാണ്ഡവും ശരീരത്തിൽ നിന്ന് വിഭിന്നമാണ് ആത്മാവ് എന്ന് പറയുന്നുണ്ട്. ലിംഗം ചാനേക സംയുക്തം ചലം ദൃശ്യം വികാരി ച അവ്യാപകമസദ്രൂപം തത്കഥം സ്യാത് പുമാനയം. മനസ്സ്, ബുദ്ധി, 5 പ്രാണങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ എന്നിങ്ങനെയുള്ള 17 ഭാഗങ്ങൾ ഉൾപ്പെടുന്ന സൂക്ഷ്മ ശരീരവും അസ്ഥിരമാണ്, അറിയാൻ കഴിയുന്നതാണ്, മാറ്റമുള്ളതാണ്, പരിമിതപ്പെട്ടതാണ്, സ്വാഭാവികമായും നിലനിൽപ്പില്ലാത്തതുമാണ്. അതിനാൽ ഇതെങ്ങനെ പുരുഷനാകും? ഏവം ദേഹദ്വയാദന്യ ആത്മാ പുരുഷ ഈശ്വരഃ സർവാത്മാ സർവരൂപശ്ച സർവാതീതോഹമവ്യയ. നിശബ്ദനായ ആത്മാവ്, ഞാനെന്ന ഭാവത്തിന്റെ ഉറവിടം, 2 തര ശരീരങ്ങളിൽ നിന്നും വിഭിന്നമായത്, അതാണ് പുരുഷൻ, ഈശ്വരൻ അല്ലെങ്കിൽ സർവേശ്വരൻ, എല്ലാറ്റിന്റെയും ആത്മാവ്. അത് എല്ലാറ്റിലും ഉള്ളതാണെങ്കിലും എല്ലാറ്റിന്റെയും ഉപരിയുമാണ്. ഇത്യാത്മദേഹഭാഗേന പ്രപഞ്ചസ്യൈവ സത്യതാഃ യഥോക്ത തർക്കശാസ്ത്രേണ തതഃ കിം പുരുഷാർത്ഥത. അങ്ങനെ തർക്കശാസ്ത്ര അനുസരണം തന്നെ ദേഹവും ദേഹിയും തമ്മിലുള്ള വ്യത്യാസം, പ്രപഞ്ചത്തിന്റെ സത്യം തന്നെ തറപ്പിച്ച് ഉറപ്പിച്ച് പ്രതിപാദിച്ചു കഴിഞ്ഞു. എന്നാൽ
ഇതുകൊണ്ട് മാത്രം മനുഷ്യ ജീവിത ലക്ഷ്യം എത്ര നേടാൻ കഴിയും? ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം എന്ന 4 ലക്ഷ്യത്തിൽ ആദ്യത്തെ 3 നാലാമത്തേതിൽ എത്താനുള്ള പടികൾ മാത്രമാണ്. ഈ 4-ാമത്തേതാണ് സംസാരചക്രത്തിൽ നിന്നുള്ള മോചനം ആണ് പ്രധാന ലക്ഷ്യം. ദ്വന്ദ്വഭാവം മാറി അദ്വൈതഭാവം അറിഞ്ഞ് അതുമായി ഒന്നായാൽ മാത്രമേ ആ ലക്ഷ്യത്തിൽ എത്താൻ കഴിയൂ. ദ്വന്ദ്വഭാവം അതിന് തടസ്സമാണ്, ജീവിത ലക്ഷ്യം നേടാൻ ഉതകുന്നതല്ല. എന്നാൽ ഇവിടെ ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം പ്രകടമാക്കുന്നത് ഈ ദ്വന്ദ്വഭാവം തെളിയിക്കാനല്ല. ശരീരമാണ് ആത്മാവ് എന്ന ചിലരുടെ വാദത്തെ നേരിടാനാണ്. സാഖ്യയോഗത്തിൽ പ്രകൃതിയും പുരുഷനും രണ്ടാണെന്നും പുരുഷൻ ബോധശക്തിയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ശാശ്വതമായി നിലനിൽക്കുന്നതാണ് പ്രപഞ്ചമെന്നും പ്രകൃതി ശക്തിയെന്നും അവസാന വാക്കായി പറയുന്നു. ശരീരമെന്നത് ഇല്ലാത്തതാണെന്നും ആത്മാവ് മാത്രമാണ് ഉള്ളതെന്നും ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നു. ഇത്യാത്മദേഹഭേദേന ദേഹാത്മത്വം നിവാരിതം ഇദാനീം ദേഹഭേദസ്യ യസത്വം സ്ഫുടമുച്യതേ. ആത്മാവും ദേഹവും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിച്ച് ശരീരമാണ് ആത്മാവ് എന്ന വാദം തള്ളിക്കളഞ്ഞു. എന്നാൽ ഇനിയും ഇവ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ പൊള്ളത്തരവും പറയാം. ശരീരത്തിന് ആത്മാവിൽ നിന്ന് വിഭിന്നമായ നിലനിൽപ്പില്ല. ഏതുപോലെ എന്നാൽ വെള്ളത്തിൽ നിന്ന് വിഭിന്നമായ സ്വന്തമായ നിലനിൽപ്പ് തിരമാലകൾക്കില്ലാത്തതുപോലെ സത്യത്തിൽ ആത്മാവിന് മാത്രമാണ് നിലനിൽപ്പ്. അറിവില്ലായ്മ കൊണ്ടാണ് അത് ശരീരം തുടങ്ങിയവയായി കാണപ്പെടുന്നത്. ചൈതന്യസ്യൈകരൂപത്വാദ് ഭേദോ യുക്തോ ന കർഹിചിത് ജീവത്വം ച മൃഷാജ്ഞേയം രജ്ജൗ സർപ്പഗ്രഹോ യഥാ. ചൈതന്യത്തെ വിവിധ ഭാഗങ്ങളാക്കാൻ കഴിയില്ല. അതെപ്പോഴും ഒന്നു തന്നെയാണ്. ജീവാത്മാവ് എന്ന പ്രത്യേകത തന്നെ തെറ്റിദ്ധാരണയാണ്. കയറിൽ പാമ്പിനെ എന്ന പോലെ അതെപ്പോഴും ഒന്നു തന്നെയാണ്. ചൈതന്യത്തിന്റെ ഉള്ളടക്കം വ്യത്യാസമായേക്കാം, എന്നാൽ അത് ഒരുപോലെയാണ് നിലനിൽക്കുന്നത്. സൂര്യന്റെ പ്രകാശം പല വസ്തുവിൽ വീഴുമ്പോഴും ഒരുപോലെ തന്നെ ജ്വലിക്കുന്നു. രജ്വ ജ്ഞാനാത് ക്ഷണേനൈവ യദ്വത് രജ്ജുർഹി സർപ്പിണി ഭാതി തദ്വച്ചിതി സാക്ഷാത് വിശ്വാകാരേണ കേവല. തെറ്റിദ്ധാരണ മൂലം കയറിൽ പാമ്പിനെ ഒരു നിമിഷം കൊണ്ട് കാണുന്നതുപോലെ, എന്നാൽ അതേസമയം മാറ്റമൊന്നും യഥാർത്ഥത്തിൽ വരാതെ തന്നെ ശുദ്ധചൈതന്യം ഈ പ്രപഞ്ചമായി കാണുന്നു. കയറ് പാമ്പായി തോന്നുന്ന സമയത്ത് കയറിൽ മാറ്റം വന്നതാണെന്ന് ആരും പറയില്ലല്ലോ. അതുപോലെ ശുദ്ധചൈതന്യത്തിന്റെ ഈ പ്രപഞ്ചമായി കാണുന്ന സമയത്ത് അതിലെന്തെങ്കിലും മാറ്റം വരുന്നില്ല. ഉപാദാനം പ്രപഞ്ചസ്യ ബ്രഹ്മണോന്യത്ര വിദ്യതേ തസ്മാത് സർവപ്രപഞ്ചോയം ബ്രഹ്മൈവാസ്തിന ചേതരത്ത്. ഈ പ്രപഞ്ചത്തിന് കാരണം ബ്രഹ്മനല്ലാതെ മറ്റൊന്നില്ല എന്നതിനാൽ ബ്രഹ്മൻ തന്നെയാണ് ഈ പ്രപഞ്ചം, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെയാണ് ബ്രഹ്മൻ, അല്ലാതെ മറ്റൊന്നല്ല. കാര്യം ഒരിക്കലും കാരണത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. മണ്ണിനാൽ നിർമ്മിക്കപ്പെട്ട കുടം അതിൽ നിന്നും വ്യത്യസ്തമല്ല. കാര്യത്തെ കാരണത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പേരും രൂപവും മറ്റും സൗകര്യത്തിനു വേണ്ടിയാണ് എന്നതല്ലാതെ യാഥാർത്ഥ്യം അന്വേഷിക്കുമ്പോൾ അവ ഇല്ലാതാകുന്നു. വ്യാപ്യ വ്യാപകതാമിഥ്യ സർവം ആത്മേതി ശാസനാത് ഇതി ജ്ഞാതേ പരേ തത്വേ ഭേദസ്യാവസര കുതഃ. സർവവും ആത്മാവാണ് എന്ന് ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നു എന്നതിനാൽ ഈ പ്രപഞ്ചം ബ്രഹ്മനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ബ്രഹ്മൻ വ്യാപിക്കുന്നു എന്നും മറ്റുമുള്ള ആശയം മിഥ്യയാണ്.
ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാരണവും കാര്യവും തമ്മിലുള്ള വ്യത്യാസം എവിടെ? ശ്രുത്യാ നിവാരിതം നൂനം നാനാത്വം സ്വമുഖേന ഹി കഥം ഭാസോ ഭവേദന്യ സ്ഥിതേ ച അദ്വയകാരണേ. ബ്രഹ്മന് പല രൂപങ്ങൾ എന്ന ആശയം ശ്രുതി നേരിട്ട് തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. രണ്ട് എന്നില്ലാത്ത കാരണത്താൽ ഇത് അംഗീകരിക്കപ്പെട്ട വസ്തുതയുമാണ്. അതുകൊണ്ട് ഫലം രണ്ടാകില്ലല്ലോ. അതിനാൽ ബ്രഹ്മനും പ്രപഞ്ചവും രണ്ടാകുകയില്ല. ഗുരുമുഖത്തു നിന്ന് കേട്ട് ഒരുവൻ തന്റെ മനസ്സ് ശുദ്ധീകരിച്ച് ബ്രഹ്മൻ ഒന്നേയുള്ളൂ, അനേകമില്ല എന്ന് മനസ്സിലാക്കി അനുഭവിക്കണം എന്ന് ബൃഹദാരണ്യ ഉപനിഷത്ത്. രണ്ട് എന്നില്ലാത്ത ബ്രഹ്മനാണ് പരമസത്യം എന്ന് ശ്രുതി അഖണ്ഡിതമായി പറഞ്ഞ സ്ഥിതിക്ക് കാരണം എന്നത് വേരോടെ അറുത്ത് കളഞ്ഞ ആശയമാണ്. എന്തെന്നാൽ എപ്പോഴും ഫലം എന്നത് കാരണത്തിൽ നിന്ന് ചെറുതായെങ്കിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒന്നേയുള്ളൂ എന്ന ഭാവം ഫലം എന്നാണെങ്കിൽ പോലും രണ്ടാമതൊന്നിന് എങ്ങനെ സ്ഥാനം കൊടുക്കാനാകും? സത്യം എന്നത് ബ്രഹ്മൻ അല്ലെങ്കിൽ ആത്മാവ് ഒന്നിനും കാരണമാകുന്നില്ല. അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചത്തെ ഒരുവൻ കാണുന്നതും അതിന് കാരണം ബ്രഹ്മനാണെന്ന് പറയുന്നതും. ദോഷോപി വിഹിതശ്രുത്യാ മൃത്യോർമൃത്യും സഗച്ഛതി ഇഹ പശ്യന്തി നാനാത്വം മായയാ വഞ്ചിതോ നര. ബ്രഹ്മന്റെ പല രൂപങ്ങൾ എന്ന ആശയത്തെ ശ്രുതി ഇങ്ങനെ വിമർശിക്കുന്നു. മായയാൽ വഞ്ചിക്കപ്പെട്ട ആര് ബ്രഹ്മനെ പലതായി കാണുന്നുവോ അയാൾ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകുന്നു, മോക്ഷം ലഭിക്കുന്നില്ല. മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകുന്നു എന്നാൽ ജനന മരണ ചക്രത്തിൽപ്പെട്ട് കിടക്കുന്നു എന്ന് അർത്ഥം. ബൃഹദാരണ്യ ഉപനിഷത്ത്. ആര് ബ്രഹ്മനെ പലതായി കാണുന്നുവോ അയാൾ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകുന്നു. അതായത് ഒരാൾ ആത്മാവിന്റെ അദ്വൈത ഭാവത്തെ അറിയാത്തിടത്തോളം കാലം അയാൾക്ക് ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കുകയില്ല. ബ്രഹ്മണ സർവഭൂതാനി ജായന്തേ പരമാത്മനഃ തസ്മാദേതാനി ബ്രഹ്മൈവ ഭവന്തിത്യവധാരേത്. ബ്രഹ്മനിൽ നിന്നാണ് എല്ലാത്തിന്റെയും ഉൽപ്പത്തി എന്നതിനാൽ എല്ലാം ബ്രഹ്മൻ എന്ന് അറിയേണ്ടതാകുന്നു. ശ്രുതി പറയുന്നത് നോക്കുക. ഏതിൽ നിന്ന് എല്ലാം ഉത്ഭവിച്ചോ അത് തന്നെയാണ് ബ്രഹ്മൻ. തൈത്തരീയ ഉപനിഷത്ത്. ബ്രഹ്മൈവ സർവനാമാനി രൂപാണി വിവിധാനി ച കർമാണ്യപി സമഗ്രാണി വിഭർത്തീതി ശ്രുതിർജഗൈ. എല്ലാ പേരിലും രൂപത്തിലും പ്രവൃത്തികളാലും അറിയപ്പെടുന്ന എല്ലാറ്റിനും ആധാരം ബ്രഹ്മൻ മാത്രമാണെന്ന് ശ്രുതി വ്യക്തമായി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതുപോലെ പാമ്പ് എന്ന തോന്നലിന് ആധാരം കയറ് എന്നതാണോ അതുപോലെയാണ് ബ്രഹ്മൻ ആധാരമായിട്ടുള്ള എല്ലാ നാമരൂപങ്ങളും പ്രവൃത്തികളും. അവ മിഥ്യയാണെന്നാൽ പോലും, കാരണം മിഥ്യയാകുന്ന തോന്നലുകൾക്കും ഒരാധാരം വേണമല്ലോ. സുവർണജായമാനസ്യ സുവർണത്വം ച ശാശ്വതം ബ്രഹ്മണോ ജായമാനസ്യ ബ്രഹ്മത്വം ച തഥാ ഭവേത്. സ്വർണം കൊണ്ടുണ്ടാക്കിയവയ്ക്കെല്ലാം സ്വർണത്തിന്റെ പ്രത്യേകത ഉള്ളതുപോലെ ബ്രഹ്മനിൽ നിന്ന് ഉത്ഭവിച്ച എല്ലാറ്റിനും ബ്രഹ്മന്റെ സ്വഭാവം ഉണ്ടായിരിക്കും. സ്വൽപമപ്യന്തരം കൃത്വാ ജീവാത്മ പരമാത്മനോ യ സന്തിഷ്ഠതി മൂഢാത്മാ ഭയം തസ്യാഭിഭാഷിതം. ജീവാത്മാവിനും പരമാത്മാവിനും തമ്മിൽ നേരിയ വ്യത്യാസമെങ്കിലും കാണുന്ന മൂഢന് ഭയം ഉണ്ടാകുന്നു. ദ്വന്ദ്വഭാവവും അപൂർണതയുമാണ് ഭയത്തിന് ഹേതു. അദ്വൈതഭാവം അറിയുകയും അതുവഴി പൂർണ്ണതയിൽ എത്തുകയും ചെയ്യുന്നവന് മാത്രമേ ഭയത്തെ മറികടക്കാനാവൂ. അങ്ങനെയുള്ളവന് ഭയക്കാനൊന്നുമില്ല, കിട്ടാനും കളയാനും ഒന്നുമില്ല.
തൈത്തരീയ ഉപനിഷത്ത് പറയുന്നു, ഒരുവൻ ഏറ്റവും ചെറുതായ വ്യത്യാസമെങ്കിലും അതിൽ, അതായത് ബ്രഹ്മനിൽ കണ്ടാൽ അവന് ഭയമുണ്ടാകും. യത്ര ജ്ഞാനാത് ഭവേത് ദ്വൈതം ഇതരസ്തത്ര പശ്യതി ആത്മത്വേന യഥാ സർവം നേതരസ്തത്ര ചാശ്വപി. അജ്ഞാനം മൂലം ദ്വന്ദ്വഭാവം കാണുമ്പോൾ ഒരുവൻ ഒന്നിനെയല്ലാതെ മറ്റൊന്നിനെ കാണുന്നു. എന്നാൽ എല്ലാം ആത്മാവിന്റെ ഏകഭാവത്തിൽ കാണുന്നവൻ മറ്റൊന്നിനെ കാണുന്നതേയില്ല. ശ്രുതിയിലുള്ള താഴെ പറയുന്ന ഭാഗം നോക്കുക. എപ്പോൾ ദ്വന്ദ്വഭാവം കാണുന്നുവോ അപ്പോൾ ഒരുവൻ മറ്റൊന്നിനെ കാണുന്നു, മറ്റൊന്നിനെ മണക്കുന്നു. എന്നാൽ എല്ലാം അവനവന്റെ ആത്മാവായി തീരുമ്പോൾ മറ്റൊന്നിനെ എങ്ങനെ കാണും, മണക്കും? ബൃഹദാരണ്യ ഉപനിഷത്ത്. യസ്മിൻ സർവാണി ഭൂതാനി യാത്മത്വേന വിജാനത ന വൈ തസ്യ ഭവേന്മോഹോ ന ച ശോകോ അദ്വിതീയത. ആ സ്ഥിതിയിൽ എല്ലാം ആത്മാവിൽ അദ്വൈതഭാവത്തിൽ ഏകഭാവത്തിൽ കാണുന്നവന് തൽഫലമായി ആശയക്കുഴപ്പവും സങ്കടവും ഇല്ല. താഴെ പറയുന്ന ശ്രുതിയിലെ ഭാഗം നോക്കുക. എപ്പോൾ ഒരുവൻ തന്റെ ആത്മാവാണ് ഈ കാണുന്നതെല്ലാം എന്ന് മനസ്സിലാക്കുന്നുവോ അപ്പോൾ അങ്ങനെയുള്ള ഏകഭാവ കാഴ്ചപ്പാടുള്ളവന് എവിടെയാണ് ആശയക്കുഴപ്പവും സങ്കടവും ഉണ്ടാവുക? ഈശാവാസ്യ ഉപനിഷത്ത്. അയം ആത്മാ ഹി ബ്രഹ്മൈവ സർവ ആത്മകതയാ സ്ഥിതഃ ഇതി നിർദ്ധാരിതം ശ്രുത്വാ ബൃഹദാരണ്യ സംസ്ഥയാ. ബൃഹദാരണ്യകത്തിൽ പറയുന്നു, എല്ലാവരുടെയും ഉള്ളിലെ ഞാൻ ഭാവം ആകുന്ന ഈ ആത്മാവ് സത്യത്തിൽ ബ്രഹ്മനാകുന്നു. അനുഭൂതോ അവ്യയം ലോകോ വ്യവഹാരക്ഷമോപി സന് അസദ്രൂപോ യഥാ സ്വപ്നം ഉത്തരക്ഷണബാധത. നമ്മുടെ ദൈനംദിന അനുഭവ വസ്തുവാണെങ്കിലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതാണെങ്കിലും ഒരു സ്വപ്നലോകം പോലെയാണ് ഈ പ്രപഞ്ചവും. അശാശ്വത സ്വഭാവമുള്ളതാണ്. ഒരു നിമിഷത്തിൽ അടുത്ത നിമിഷം നിരാകരിക്കപ്പെടുന്നതാണ്, മാറുന്നതാണ്. നമ്മുടെ അനുഭവമെന്നോ പ്രായോഗിക വിലയുണ്ടെന്നോ കണ്ടാലും ഒരു വസ്തു സത്ത് അല്ലെങ്കിൽ ശാശ്വതം എന്ന് പറയാനാവില്ല. സ്വപ്നം നിലനിൽക്കുന്നിടത്തോളം അതും അനുഭവ വസ്തുവാണല്ലോ. എന്നാൽ ഉണർന്ന ശേഷം അതിന് പ്രാധാന്യമില്ല, അതുണ്ടായിരുന്നതുപോലെ തോന്നുന്നതേയില്ല. അതുപോലെ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലെ വിലയേറിയ കാര്യങ്ങൾ സ്വപ്നത്തിലും നിദ്രയിലും ഇല്ലാതാകുന്നു. അതിനാൽ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയും സ്വപ്നലോകം പോലെ നിലനിൽപ്പില്ലാത്തത് ആകുന്നു. സ്വപ്നോ ജാഗരണോ ലീക സ്വപ്നോപി ജാഗരോ നഹി ദ്വയമേവ ലേ നാസ്തി ലയോപി ഉഭയോർന ച. സ്വപ്നാനുഭവം ഉണരുമ്പോൾ അസത്യമാകുന്നു. ഉണർന്നിരിക്കുമ്പോഴത്തെ അനുഭവം സ്വപ്നത്തിൽ ഇല്ലാതാകുന്നു. ഗാഠനിദ്രയിൽ ഇവ രണ്ടും യാഥാർത്ഥ്യമല്ലാതാകുന്നു. ത്രയമേവം ഭവേന്മിഥ്യ ഗുണത്രയ വിനിർമ്മിതം അസ്യ ദൃഷ്ടാ ഗുണാതീതോ നിത്യോ ഹേകശ്ചിദാത്മക. അങ്ങനെ ത്രിഗുണങ്ങളുടെ സൃഷ്ടിയായ ഈ മൂന്ന് അവസ്ഥകളും സത്യമല്ല. എന്നാൽ ഈ അവസ്ഥാത്രയങ്ങളുടെയും പുറകിലുള്ള ആൾ യാഥാർത്ഥ്യവാൻ, സാക്ഷി, ഗുണങ്ങൾക്ക് അതീതനും ശാശ്വതനും അദ്വിതീയനും സർവദാ ബോധവാനും ആകുന്നു. സത്വ, രജസ്, തമസ് എന്ന പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളുടെ സമ്മിശ്രിതമാണ് നമ്മുടെ പ്രതിദിന അനുഭവങ്ങളായി ഈ അവസ്ഥാത്രയങ്ങളെ സൃഷ്ടിക്കുന്നത്. സൃഷ്ടിക്കപ്പെട്ടതെല്ലാം നശിക്കുകയും വേണം എന്നതിനാൽ ഈ മൂന്ന് അവസ്ഥയും നശിക്കാനുള്ളതാണ്. അതിനാൽ യാഥാർത്ഥ്യവുമല്ല. ശ്ലോകം 56 പറഞ്ഞ തത്വം ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. അതായത് ഈ പ്രപഞ്ചം നാം അനുഭവിക്കുന്നതായി തോന്നുന്നുവെങ്കിലും അസത്യമാണ്, മിഥ്യയാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം പ്രതിനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്, സ്ഥിരതയില്ലാതെ. എന്നാൽ ആരാണ് ഈ മാറ്റങ്ങൾ കാണുന്നത്?
വേദാന്തം പറയുന്നത് സർവദാ ബോധവാനും ത്രിഗുണ അതീതനും അതിനാൽ വരുത്തുന്ന മാറ്റങ്ങൾക്കും അതീതനും ആയ ആത്മാവ് തന്നെയാണ് ഈ സാക്ഷി എന്നാണ്. യദ്വത് മൃതിഘടഭ്രാന്തിം ശുക്തോ വാ രജതസ്ഥിതം തദ്വത് ബ്രഹ്മണി ജീവത്വം വീക്ഷമാണേ ന പശ്യതി. വിഭ്രാന്തി മാറിക്കഴിഞ്ഞാൽ ഒരുവൻ മണ്ണിൽ കുടത്തിനെയും ഈയത്തിൽ വെള്ളിയെയും എങ്ങനെ കാണാതിരിക്കുന്നുവോ അതുപോലെ ബ്രഹ്മനെ അറിഞ്ഞവൻ പിന്നെ ബ്രഹ്മനിൽ ജീവാത്മാവിനെ കാണുന്നേയില്ല. ഒരുവൻ ഏതുവരെ അജ്ഞാനത്തിലിരിക്കുന്നുവോ അതുവരെ തന്നെ പ്രത്യേകതയുള്ള ജീവാത്മാവായി ബ്രഹ്മനിൽ നിന്ന് വിഭിന്നമായി കാണുന്നു. പക്ഷെ ശരിയായ ജ്ഞാനോദയത്തോടെ ബ്രഹ്മനെ അറിയുന്നതോടെ ജീവാത്മാവ് എന്ന തോന്നൽ ഈയത്തിലെ വെള്ളി എന്ന മിഥ്യ പോലെ വെറും മിഥ്യയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. യഥാമൃതി ഘടോ നാമ കനകേ കുണ്ടലാഭിത ശുക്തൗ ഹി രജതസ്വാതിർ ജീവശബ്ദ തഥാ പരേ. മണ്ണിനെ കുടമായും സ്വർണത്തിനെ ആഭരണമായും ഈയത്തിനെ വെള്ളിയായും പറയുന്ന പോലെ മാത്രമാണ് ബ്രഹ്മനെ ജീവാത്മാവായി ചിത്രീകരിക്കുന്നത്. യഥൈവ വ്യോമിനി നീലത്വം യഥാ നീരം മരുസ്ഥലേ പുരുഷത്വം യഥാസ്ഥാണോ തദ്വത് വിശ്വം ചിദാത്മനി. ആകാശത്തിന്റെ നീലിമയും മരുപ്പച്ചയിലെ ജലവും തൂണിലെ ആൾരൂപവും പോലെ വെറും തോന്നൽ മാത്രമാണ് ആത്മാവിലെ പ്രപഞ്ചം. യഥൈവ ശൂന്യേ വേദാളോ ഗന്ധർവാണാം പുരം യഥാകാശോ ദ്വിചന്ദ്രത്വം തദ്വത് സത്യേ ജഗത് സ്ഥിതി. ഒഴിഞ്ഞ സ്ഥലത്ത് ഭൂതപ്രേതാദികളെ കാണുന്ന പോലെയും വായുവിൽ കാണുന്ന കൊട്ടാരത്തിനെ പോലെയും ആകാശത്തിൽ രണ്ട് ചന്ദ്രന്മാരെ കാണുന്ന പോലെയും ബ്രഹ്മനിൽ പ്രപഞ്ചത്തിനെ കാണുന്നത് വെറും തോന്നൽ മാത്രമാണ്, മിഥ്യയാണ്. യഥാ തരംഗകല്ലോലൈർ ജലമേവ സ്ഫുരത്യലം പാത്രരൂപേണ താമ്രം ഹി ബ്രഹ്മാണ്ഡൗധൈ തഥാത്മതാ. വെള്ളമാണ് തിരകളും ഓളങ്ങളും ആയി കാണപ്പെടുന്നത് എന്ന പോലെ, ചെമ്പാണ് പാത്രങ്ങളായി കാണപ്പെടുന്നത് എന്ന പോലെ ആത്മാവാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത്. ഘട നാംനാ യഥാ പൃഥ്വി പടനാംനാ ഹിതം തവ ജഗന്നാംനാ ചിദാഭാതി ജ്ഞേയം തത്തദഭാവത. കുടത്തിന്റെ പേരിൽ കാണപ്പെടുന്നത് മണ്ണ് തന്നെയാണെന്ന പോലെയും തുണിയായി കാണപ്പെടുന്നത് നൂല് തന്നെയാണെന്ന പോലെയും പ്രപഞ്ചമെന്ന പേരിൽ കാണപ്പെടുന്നത് ആത്മാവിനെ തന്നെയാണ്. ഈ ആത്മാവിനെ അറിയണമെങ്കിൽ പേരുകളെ നിഷേധിക്കേണ്ടതുണ്ട്. അജ്ഞാനത്താൽ ആത്മാവിന്മേൽ കെട്ടിയേൽപ്പിച്ചിരിക്കുന്ന രൂപവും നാമവും തുടച്ചു മാറ്റുക എന്നതാണ് ആത്മജ്ഞാന മാർഗം. സർവോപി വ്യവഹാരസ്തു ബ്രഹ്മണാ ക്രിയതേ ജനൈ അജ്ഞാനാത് ന വിജാനന്തി മൃദേവ ഹി ഘടാധികം. കുടവും മറ്റും വെറും മണ്ണാണെന്ന വസ്തുത അജ്ഞാനത്താൽ മനുഷ്യർ മനസ്സിലാക്കാത്തതുപോലെ അവർ പ്രവൃത്തികൾ ചെയ്യുന്നത് ബ്രഹ്മനിലാണെന്നും ബ്രഹ്മനിൽ കൂടിയാണെന്നും അവർ അറിയുന്നില്ല. പല മൺകുടങ്ങളുടെയും ക്രയവിക്രയത്തിൽ നാം മണ്ണിനെയാണ് പെരുമാറുന്നത്. എന്തെന്നാൽ മണ്ണില്ലാതെ മൺകുടമില്ലല്ലോ. അതുപോലെ നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വ്യവഹാരങ്ങളും യഥാർത്ഥത്തിൽ ബ്രഹ്മനുമായിട്ടാണ് ചെയ്യുന്നത്. കാരണം ബ്രഹ്മനെ പ്രപഞ്ചത്തിൽ നിന്ന് വിടുവിക്കാൻ സാധ്യമല്ലല്ലോ. കാര്യകാരണത നിത്യം ആസ്തേ ഘട മൃദോർ യഥാ തഥൈവ ശ്രുതിയുക്തിഭ്യാം പ്രപഞ്ച ബ്രഹ്മണോരിഹ. മണ്ണും കുടവും തമ്മിൽ കാര്യകാരണം എന്ന ബന്ധം ഉള്ളതുപോലെ അതേ ബന്ധമാണ് ബ്രഹ്മനും പ്രപഞ്ചവും തമ്മിലുള്ളത്. വേദാന്ത ഗ്രന്ഥങ്ങളും പഠനങ്ങളും ഇത് ശരിയാണെന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. കാര്യകാരണം എന്ന അതേ ബന്ധം തന്നെയാണ് ബ്രഹ്മനും പ്രപഞ്ചവും തമ്മിലുള്ളത്. കാര്യവും കാരണവും വ്യത്യസ്തമെന്ന് കാണിക്കാൻ കഴിയാത്തതിനാൽ ഇതിന്റെ അർത്ഥം
അവ തമ്മിൽ വ്യത്യാസമില്ലെന്നാണ് ഛാന്തോക്യ ഉപനിഷത്ത് ഇങ്ങനെ പറയുന്നു. ഇതെല്ലാം അതിന് സത്ത് അല്ലെങ്കിൽ ബ്രഹ്മന് തുല്യമാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ ബ്രഹ്മനാകുന്നു. ഗൃഹമാണേ ഘടേദ്വൻ മൃത്തികായാതി വൈ ബലാന് വീക്ഷമാണേ പ്രപഞ്ചേപി ബ്രഹ്മൈവ ഭാതിഭാസ്വരം. കുടത്തെക്കുറിച്ച് വിചാരിക്കുമ്പോൾ മണ്ണ് എന്ന അറിവ് ശക്തിയോടെ മനസ്സിൽ കടന്നുവരുന്നതുപോലെ ഈ വിശ്വപ്രപഞ്ചത്തെ പറ്റിയുള്ള വിചാരത്തിൽ ജ്യോതിർമയനായ ബ്രഹ്മനെ പറ്റിയുള്ളവയും കടന്നുവരുന്ന ചില നിമിഷങ്ങളിലെങ്കിലും, പ്രത്യേകിച്ച് നാം ആഴത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ അശാശ്വതയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എങ്ങനെയോ നമുക്ക് ശാശ്വതനായ ബ്രഹ്മനെപ്പറ്റി തോന്നലുണ്ടാകുന്നു. കാരണം എല്ലാ മാറ്റങ്ങളിലും മാറ്റമില്ലാത്ത ഒന്ന് ഉണ്ടാവണം എന്നതുപോലെ ഈ അശാശ്വത പ്രപഞ്ചത്തിന്റെ അടിയിലും മാറ്റമില്ലാത്ത ഒന്നുണ്ട് എന്നത് നിഷേധിക്കാനാവാത്ത സത്യം തന്നെ. സദൈവാത്മാ വിശുദ്ധോസ്തി ഹ്യശുദ്ധോ ഭാതി വൈ സദാ യഥൈവ ദ്വിവിധ രജ്ജുർ ജ്ഞാനിനോ അജ്ഞാനിനോ അനിശം. കയറ് അറിവില്ലാത്തവനും അറിയുന്നവനും രണ്ടു തരത്തിൽ തോന്നുന്നതുപോലെ പരിശുദ്ധനായ ആത്മാവിനെ അതുപോലെ തന്നെ ബുദ്ധിമാനും അശുദ്ധമായിട്ട് അറിവില്ലാത്തവനും തോന്നുന്നു. യഥൈവ മൃണ്മയ കുംഭ തദ്വത് ദേഹോപി ചിന്മയ ആത്മാനാത്മവിഭാഗോയം മുഥൈവ ക്രിയതേ ബുധൈ. കുടം മുഴുവൻ മണ്ണാണ് എന്നതുപോലെ ഈ ശരീരം മുഴുവൻ ചൈതന്യമാണ്. ആത്മാവല്ലാത്തത് എന്നുള്ള വ്യത്യസ്തത ഒരു കാര്യവുമില്ലാതെ മൂഢന്മാരാണ് ഉണ്ടാക്കുന്നത്. ദ്വന്ദ്വവാദികൾ തെറ്റായി വിചാരിക്കുന്നത് ശരീരവും ആത്മാവും തമ്മിൽ ബന്ധമില്ലാത്ത വ്യത്യസ്ത കാര്യങ്ങളാണ് എന്നാണ്. ഇതാണെങ്കിൽ ആർക്കും ഒരു പ്രയോജനവും ചെയ്യാത്തതാണ്. കാരണം ദ്വന്ദ്വമല്ലാത്ത ആത്മാവിനെ അറിയാനും അങ്ങനെ ലക്ഷ്യം നേടാനും ഇത് തടസ്സമാകുന്നു. സർപ്പത്വേന യഥാരജ്ജു രജതത്വേന ശുക്തിക വിനിർണീത വിമൂഢേന ദേഹത്വേന യഥാത്മത. കയറിനെ പാമ്പെന്ന് കരുതുന്നതും ഈയത്തെ വെള്ളിയെന്ന് കരുതുന്നതും പോലെ തന്നെയാണ് ഈ ശരീരത്തെ ആത്മനെന്ന് മൂഢന്മാർക്ക് തോന്നുന്നതും. ഉറച്ച ഭൗതികവാദികൾ ഈ ശരീരം അല്ലെങ്കിൽ വസ്തുക്കളാണ് പരമസത്യം എന്ന് ഉദ്ഘോഷിക്കുകയും ഈ ശരീരത്തിൽ നിന്ന് വിഭിന്നമായ ആത്മാവില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. യാഥാർത്ഥ്യവും മിഥ്യയും തമ്മിൽ ഉണ്ടാക്കുന്ന വിഭ്രാന്തിയാണ് ഈ തെറ്റിദ്ധാരണയുടെ ഉറവിടം എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ വിശദമാക്കുന്നു. ഘടത്വേന യഥാ പൃഥ്വി പടത്വേനൈവ തന്തവ വിനിർണീത വിമൂഢേന ദേഹത്വേന യഥാത്മത. മണ്ണിനെ കുടമെന്ന് വിചാരിക്കുന്നതും നൂലിനെ തുണിയെന്ന് വിചാരിക്കുന്നതും പോലെ തന്നെയാണ് മൂഢന്മാർ ഈ ശരീരത്തെ ആത്മാവെന്ന് കരുതുന്നത്. കനകം കുണ്ഡലത്വേന തരംഗത്വേന വൈ ജലം വിനിർണീത വിമൂഢേന ദേഹത്വേന തഥാത്മന. സ്വർണത്തെ ആഭരണമെന്ന് വിചാരിക്കുന്നതും വെള്ളത്തിനെ തിരമാലയെന്ന് വിചാരിക്കുന്നതും പോലെ തന്നെയാണ് മൂഢന്മാർ ഈ ശരീരത്തെ ആത്മനെന്ന് കരുതുന്നത്. പുരുഷത്വേന വൈ സ്ഥാണുർ ജലത്വേന മരീചിക വിനിർണീത വിമൂഢേന ദേഹത്വേന തഥാത്മത. മരക്കുറ്റിയെ മനുഷ്യനെന്ന് തെറ്റിദ്ധരിക്കുന്നതും മരുപ്പച്ചയെ ജലമെന്ന് തെറ്റിദ്ധരിക്കുന്നതും പോലെ തന്നെയാണ് മൂഢന്മാർ ഈ ശരീരത്തെ ആത്മനെന്ന് കരുതുന്നത്. ഗൃഹത്വേനൈവ കാഷ്ഠാനി ഖഡ്ഗത്വേനൈവ ലോഹത വിനിർണീത വിമൂഢേന ദേഹത്വേന തഥാത്മത. കുറെ മരപ്പണിയെ വീടായും ഇരുമ്പിനെ വാളായും കാണുന്നത് പോലെ തന്നെയാണ് മൂഢന്മാർ ഈ ശരീരത്തെ ആത്മനെന്ന് കരുതുന്നത്. യഥാ വൃക്ഷവ്യപര്യാസോ ജലാത് ഭവതി കസ്യചിത് തദ്വത് ആത്മനി ദേഹത്വം പശ്യത് അജ്ഞാനയോഗത. ജലം ഉള്ളതുകൊണ്ട്
മരത്തിന്റെ നിഴൽ കണ്ട് മരം വെള്ളത്തിലെന്ന് കരുതുന്ന പോലെയാണ് മൂഢന്മാർ ഈ ശരീരത്തെ ആത്മനെന്ന് കരുതുന്നത്. പോതേന ഗച്ഛത പുംസാം സർവം ഭാതീവ ചഞ്ചലം തദ്വതാത്മനി ദേഹത്വം പശ്യതജ്ഞാനയോഗത. വള്ളത്തിൽ പോകുന്നവന് എല്ലാം നീങ്ങിപ്പോകുന്നു എന്ന പ്രതീതി ഉണ്ടാകുന്നത് പോലെയാണ് മൂഢന്മാർക്ക് ഈ ശരീരത്തെ ആത്മാവെന്ന് തോന്നുന്നത്. പോതത്വം ഹി യഥാശുഭ്രേ ദോഷാത് ഭവതി കസ്യചിത് തദ്വതാത്മനി ദേഹത്വം പശ്യത്യ അജ്ഞാനയോഗത. മഞ്ഞപ്പിത്തം ബാധിച്ചവന് എല്ലാം മഞ്ഞയെന്ന് തോന്നുന്ന പോലെയാണ് മൂഢന്മാർക്ക് ഈ ശരീരത്തെ ആത്മനെന്ന് തോന്നുന്നത്. ചക്ഷുർഭ്യാം ഭ്രമശീലാഭ്യാം സർവം ഭാതി ഭ്രമാത്മകം തദ്വത് ആത്മനി ദേഹത്വം പശ്യത്ത് അജ്ഞാനയോഗത. കണ്ണിന് കുറ്റമുള്ളവനെല്ലാം കുറ്റമുള്ളതുപോലെ തോന്നുന്നത് പോലെ ആണ് മൂഢന്മാർക്ക് ഈ ശരീരത്തെ ആത്മനെന്ന് തോന്നുന്നത്. അലാതം ഭ്രമണേനൈവ വർത്തുലം ഭാതി സൂര്യവത് തദ്വത് ആത്മനി ദേഹത്വം പശ്യത്യ ജ്ഞാനയോഗത. കറങ്ങുന്ന തീപ്പന്തം സൂര്യനെ പോലെ വട്ടമായി തോന്നുന്നത് പോലെയാണ് മൂഢന്മാർക്ക് ഈ ശരീരത്തെ ആത്മനെന്ന് തോന്നുന്നത്. മഹത്വേ സർവവസ്തൂനാം അണുത്വം ഹ്യതി ദൂരത തദ്വത് ആത്മനി ദേഹത്വം പശ്യത്തജ്ഞാനയോഗത. വലിപ്പമുള്ള വസ്തുക്കൾ ദൂരക്കാഴ്ചയ്ക്ക് ചെറുതായി തോന്നുന്നത് പോലെയാണ് മൂഢന്മാർക്ക് ഈ ശരീരത്തെ ആത്മാവെന്ന് തോന്നുന്നത്. സൂക്ഷ്മത്വേ സർവഭാവാനാം സ്ഥൂലത്വം ചോപനേത്രത തദ്വത് ആത്മനി ദേഹത്വം പശ്യത്ത് അജ്ഞാനയോഗത. ഭൂതക്കണ്ണാടിയിൽ കൂടെ നോക്കുമ്പോൾ ചെറിയ വസ്തുവും വലുതായി തോന്നുന്നതുപോലെ അതുപോലെയാണ് മൂഢന് ഈ ശരീരത്തെ ആത്മനെന്ന് തോന്നുന്നത്. കാചഭൂമൗ ജലത്വം വാ ജലഭൂമൗ ഹി കാചത തദ്വത് ആത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗത. കണ്ണാടി കൊണ്ടുള്ള നിലം വെള്ളമുള്ളതുപോലെയും തിരിച്ചും തോന്നുന്നത് പോലെയാണ് മൂഢന്മാർക്ക് ഈ ശരീരത്തെ ആത്മൻ എന്ന് തോന്നുന്നത്. യദ്വദഗ്നൗ മണിത്വം ഹി മണോ വാ വന്യതാപുമാൻ തദ്വത് ആത്മനി ദേഹത്വം പശ്യത്തജ്ഞാനയോഗത. തീക്കുണ്ടത്തിൽ രത്നമുണ്ടെന്നും മറിച്ചും തോന്നുന്ന പോലെയാണ് മൂഢന്മാർക്ക് ഈ ശരീരത്തെ ആത്മാവെന്ന് തോന്നുന്നത്. അഭ്രേഷു സത്സു ധാവത്സു സോമോ ധാവതി ഭാതി വൈ തദ്വത് ആത്മനി ദേഹത്വം പശ്യത്ത് അജ്ഞാനയോഗത. മേഘങ്ങൾ നീങ്ങുന്നത് കാണുമ്പോൾ ചന്ദ്രനും നീങ്ങിപ്പോകുന്നു എന്ന തോന്നൽ ഉണ്ടാകുന്നത് പോലെ ആണ് മൂഢന്മാർക്ക് ഈ ശരീരത്തെ ആത്മാവെന്ന് തോന്നുന്നത്. യഥൈവ ദിക് വിപര്യാസോ മോഹാത് ഭവതി കസ്യചിത് തദ്വത് ആത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗത. ആശയക്കുഴപ്പം മൂലം ഒരുവൻ ദിക്കുകൾ തെറ്റിപ്പോകുന്നത് പോലെയാണ് മൂഢന്മാർക്ക് ഈ ശരീരത്തെ ആത്മാവെന്ന് തോന്നുന്നത്. യഥാ ശശിജലേ ഭാതി ചഞ്ചലത്വേന കസ്യചിത് തദ്വത് ആത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗത. വെള്ളത്തിലെ ചന്ദ്രന്റെ നിഴൽ ആടിക്കൊണ്ടിരിക്കുന്നതിനാൽ ചന്ദ്രൻ തന്നെയാണ് ആടുന്നത് എന്ന് തോന്നുന്നത് പോലെയാണ് മൂഢന്മാർക്ക് ഈ ശരീരത്തെ ആത്മാവെന്ന് തോന്നുന്നത്. പരമാത്മന്യവിദ്യാതോ ദേഹാധ്യാസോ ഹി ജായതേ സ ഏവാത്മപരിജ്ഞാനാൽ ലീയതേ ച പരാത്മനി. അങ്ങനെ അറിവില്ലായ്മ കൊണ്ടാണ് ഈ ശരീരമാണ് ആത്മാവെന്ന തോന്നൽ ഉണ്ടാകുന്നത്. അതും ആത്മസാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ പരമാത്മാവായി അതിൽ ലയിച്ചു പോകുന്നു. വസ്തുതകളെക്കുറിച്ച് പൊതുവായി തന്നെ പറയുകയാണെങ്കിൽ അവ മനസ്സിന്റെ ഒരു വിഭ്രാന്തിയാണ്. യഥാർത്ഥത്തിൽ അവയില്ല. പരമാത്മാവായി അതിൽ ലയിച്ചു പോകുന്നു. എന്നാൽ എപ്പോൾ ഒരുവൻ ആത്മാവ് മാത്രമേ ഉള്ളൂ, മറ്റൊന്നും യഥാർത്ഥത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്നുവോ അപ്പോൾ അജ്ഞാനം അതിന്റെ
ഫലമായി ഉണ്ടാക്കുന്ന തോന്നലുകളുമായി ശരീരമെന്ന മിഥ്യാസഹിതം എന്നേക്കുമായി ഇല്ലാതാകുന്നു. സർവം ആത്മതയാ ജ്ഞാതം ജഗത് സ്ഥാവരജംഗമം അഭാവാത് സർവഭാവാനാം ദേഹസ്യ ച ആത്മതാ കുതഃ. അങ്ങനെ ഈ ചരാചരം മുഴുവൻ ആത്മാവാണെന്നറിയുമ്പോൾ, അങ്ങനെ മറ്റെല്ലാറ്റിന്റെയും നിലനിൽപ്പ് തന്നെ നിരാകരിക്കപ്പെടുമ്പോൾ, പിന്നെ ഈ ശരീരം തന്നെയാണ് ആത്മാവ് എന്ന് പറയാനുള്ള അവസരം തന്നെ എവിടെയാണ് ഉള്ളത്? അറിവില്ലാതെ ഇരിക്കുമ്പോൾ ഒരുവൻ ശരീരവും ആത്മാവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാം. എന്നാൽ ജ്ഞാനോദയത്തോടെ എല്ലാം അലിഞ്ഞ് ഇല്ലാതാകുകയും അദ്വിതീയനായ ആത്മാവ് മാത്രം അവശേഷിക്കുകയും ചെയ്യുമ്പോൾ ഒരുവന്റെ ശരീരം കാണാൻ തന്നെ അവസരമുണ്ടാകില്ല. പിന്നെയല്ലേ ശരീരമാണ് ആത്മാവ് എന്ന് പറയുക. ആത്മാനം സതതം ജാനൻ കാലം നയ മഹാദ്യുതേ പ്രാരബ്ധം അഖിലം ഭുഞ്ജൻ ഉദ്വേഗം കർത്തുമർഹസി. അല്ലയോ ബുദ്ധിമതേ, ആത്മാവിനെക്കുറിച്ച് ആലോചിച്ച് കാലം കഴിക്കുക. അല്ലാതെ പ്രാരബ്ധ ഫലം അനുഭവിച്ച് കഴിയേണ്ടി വന്നിരിക്കുമ്പോൾ വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. കർമ്മതത്വമനുസരിച്ച് തന്റെ മുജ്ജന്മ കർമ്മഫലങ്ങളാലാണ് അവ അനുഭവിച്ചു തീർക്കാനാണ് ഈ ജന്മം. അതിനെ പ്രാരബ്ധം എന്ന് പറയുന്നു. മറിച്ച് ആത്മനിൽ വസിക്കുന്നവൻ സ്വതന്ത്രനും സങ്കടങ്ങൾക്ക് അതീതനുമാണ്. സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്നെങ്കിലും തന്റെ പ്രവൃത്തികൾ തന്നെ ബന്ധിക്കുന്നില്ലെന്ന് അവന് ഉറപ്പുണ്ട്. ഉത്പന്നേപ്യാത്മ വിജ്ഞാനേ പ്രാരബ്ധം നൈവ മുഞ്ചതി ഇതി യത് ശ്രൂയതേ ശാസ്ത്രേ തത് നിരാക്രിയതേ അധുനാ. ആത്മജ്ഞാനലബ്ധിക്ക് ശേഷവും പ്രാരബ്ധത്തിന്റെ പിടിവിടുന്നില്ലെന്ന ഒരു വേദാന്ത മതത്തിന്റെ സാധുതയെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഛന്ദോഗ്യ ഉപനിഷത്തിൽ അയാളുടെ കാര്യത്തിൽ താമസമെന്തെന്നാൽ ശരീരത്തിൽ നിന്ന് മോചിതനായിട്ടില്ല എന്നതാണ്. അതിനുശേഷം അയാൾ ബ്രഹ്മനിൽ ലയിക്കും എന്ന് പറയുന്നു. ശ്രുതി പലയിടത്തും പറയുന്നു, ഒരു ജ്ഞാനി പോലും പ്രാരബ്ധത്തിന്റെ പിടിയിൽ നിന്ന് മോചിതനല്ല. ഛന്ദോഗ്യ ഉപനിഷത്ത്, വേദാന്ത സൂത്രം, ഗീത ഇവയുടെ വിശദീകരണത്തിൽ ശ്രീ ശങ്കരൻ ഇക്കാര്യം പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം ശങ്കരൻ പ്രാരബ്ധത്തിന്റെ പിടിയെ സാധൂകരിച്ചിട്ടുമുണ്ട്. എന്നാൽ സ്വന്തം കൃതിയായ ഈ ഗ്രന്ഥത്തിലും വിവേക ചൂടാമണിയിലും ശങ്കരൻ ശക്തമായി ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ശരിയായ വേദാന്ത കാഴ്ചപ്പാടിനെ പിന്താങ്ങുന്നു. ഒരു ജ്ഞാനിക്ക് ശരീരമെന്നത് ഇല്ലെന്നും അതിനാൽ പ്രാരബ്ധത്തിന്റെ പിടിയിലാണെന്ന് പറയുന്നത് ശരിയല്ലെന്നും ശരീരമില്ലാത്ത ആത്മാവിൽ പ്രാരബ്ധത്തിന് പിടി ഉണ്ടാകില്ലെന്നും പ്രകടമാക്കുന്നു. തത്വജ്ഞാനോദയ ദൂർധ്വം പ്രാരബ്ധം നൈവ വിദ്യതേ ദേഹാദീനമസത്വത്തു യഥാ സ്വപ്നോ നിബോധത. ഉണർന്നതിന് ശേഷം സ്വപ്നം ഇല്ലായിത്തീരുന്നതുപോലെ ജ്ഞാനോദയത്തിന് ശേഷം ശരീരം മുതലായവ ഇല്ലാതായിത്തീരുന്നു. അതിനാൽ അതിനുശേഷം സത്യം അറിഞ്ഞതിന് ശേഷം പ്രാരബ്ധവും ഇല്ലാതാകുന്നു. ശരീരം, മനസ്സ്, ബുദ്ധി തുടങ്ങിയവയ്ക്ക് അറിവില്ലായ്മയിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നതിനാൽ സത്യം അറിഞ്ഞതിന് ശേഷം അവ ഇല്ലാതാകുന്നു. പ്രാരബ്ധത്തിന് പ്രവർത്തിക്കാൻ ശരീരം ഇല്ലാതാകുമ്പോൾ അതും, അതായത് പ്രാരബ്ധവും സ്വാഭാവികമായി ഇല്ലാതാകുന്നു. കർമ്മ ജന്മാന്തരീയം യത് പ്രാരബ്ധം ഇതി കീർത്തിതം തത്തു ജന്മാന്തരാഭാവാത് പുംസോ നൈവാസ്തി കർഹിചിത്ത്. കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലമാണല്ലോ ഈ ജന്മത്തിലെ പ്രാരബ്ധം എന്ന് പറയുന്നത്. അറിവുദിച്ചവന് അടുത്ത ജന്മം ഇല്ലാതെയാകുന്നു എന്നതിനാൽ അത്തരം കർമ്മങ്ങൾ പ്രാരബ്ധമാകാൻ കഴിയില്ല. സ്വപ്നദേഹോ യഥാധ്യസ്ഥ തഥൈവായം ഹി ദേഹക അധ്യസ്ഥസ്യ കുതോ ജന്മ
ജന്മാഭാവേ ഇതത് കുതഃ. സ്വപ്നത്തിലെ ശരീരം യാഥാർത്ഥ്യത്തിന്റെ മേൽ കെട്ടിച്ചമച്ച ഒന്നാണ്, അതിനാൽ മിഥ്യയാണ്. അതുപോലെ തന്നെയാണ് ഈ ശരീരവും. അങ്ങനെ കെട്ടിച്ചമച്ച ശരീരത്തിന് പുനർജന്മം എവിടെ? പുനർജന്മം ഇല്ലാത്തവന് പ്രാരബ്ധം എവിടെ? ഉണർന്നിരിക്കുന്ന ഈ അവസ്ഥയിലെ ശരീരവും ആത്മാവിൽ കെട്ടിവെച്ചതാണ് എന്നതിനാൽ അസത്യമാണ്. മൂഢന്മാർ മാത്രമേ സ്വപ്നത്തിലെ ശരീരത്തിനേക്കാൾ യാഥാർത്ഥ്യമാണ് ഈ ശരീരം എന്ന് വിശ്വസിക്കൂ. എന്നാൽ ഒരു ജ്ഞാനിക്ക് ഈ രണ്ടവസ്ഥയിലുമുള്ള ശരീരങ്ങൾക്ക് തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. രണ്ടും അറിവില്ലാത്ത മനസ്സിന്റെ സൃഷ്ടി മാത്രമാണ്. ഈ ശരീരത്തിന്റെ കാരണം പ്രാരബ്ധം എന്നാണ് സങ്കല്പം. എന്നാൽ ശരീരമേ ഇല്ലെങ്കിൽ പിന്നെ പ്രാരബ്ധത്തിന് വകയില്ലല്ലോ. ഉപാദാനം പ്രപഞ്ചസ്യ മൃത് ഭാണ്ഡസ്യേവ കഥ്യതേ അജ്ഞാനം ചൈവ വേദാന്തൈ തസ്മിൻ നഷ്ടേക വിശ്വതാ. മണ്ണാണ് കുടത്തിനാധാരം അല്ലെങ്കിൽ കാരണം എന്നതുപോലെ അജ്ഞാനമാണ് ഈ പ്രപഞ്ചത്തിന് കാരണം എന്ന് വേദാന്തം ഉദ്ഘോഷിക്കുന്നു. ഈ അജ്ഞാനം നശിച്ചാൽ പിന്നെ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ലല്ലോ. ഇവിടെ വേദാന്തം എന്നാൽ ഉപനിഷത്തുകൾ, വേദങ്ങളുടെ രണ്ടാം ഭാഗം. പ്രകൃതി ആണ് മായ അല്ലെങ്കിൽ അജ്ഞാനം എന്ന് അറിയുക എന്ന് ശ്വേതേശ്വര ഉപനിഷത്തിൽ പറയുന്നു. കാരണം നശിച്ചു കഴിയുമ്പോൾ കാര്യവും ഇല്ലാതാകണമല്ലോ. എല്ലാ നൂലുകളും കത്തി നശിച്ചാൽ പിന്നെ തുണി ഉണ്ടാവുകയില്ലല്ലോ. അതുപോലെ അജ്ഞാനം നശിച്ചാൽ പ്രപഞ്ചം ഉണ്ടാകില്ല. യഥാരജ്ജും പരിത്യജ്യ സർപ്പം ഗൃഹാതി വൈഭ്രമാത് തദ്വത് സത്യമവിജ്ഞായ ജഗത് പശ്യതി മൂഢധീ. അജ്ഞാനത്താൽ ആശയക്കുഴപ്പത്തിൽ ആയവൻ കയറിനെ കാണാതെ പാമ്പിനെ മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ അവൻ സത്യത്തെ കാണാതെ ഈ മായാപ്രപഞ്ചത്തെ മാത്രമേ കാണുന്നുള്ളൂ. രജ്ജുരൂപേ പരിജ്ഞാതേ സർപ്പഖണ്ഡം ന തിഷ്ഠതി അധിഷ്ഠാനേ തഥാ ജ്ഞാതേ പ്രപഞ്ചഃ ശൂന്യതാം ഗതഃ. കയറ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ പിന്നെ പാമ്പ് എന്ന തോന്നൽ തുടരുന്നില്ല. അതുപോലെ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മറഞ്ഞുപോകുന്നു. ദേഹസ്യാപി പ്രപഞ്ചത്വാത് പ്രാരബ്ധാവസ്ഥിതി കുതഃ അജ്ഞാനി ജനബോധാർത്ഥം പ്രാരബ്ധം ഭക്തി വൈ ശ്രുതി. ഈ ശരീരവും പ്രപഞ്ചത്തിന്റെ ഭാഗമാണെന്നിരിക്കെ, അതായത് വെറും സാങ്കല്പിക പ്രാരബ്ധം എങ്ങനെ നിലനിൽക്കും? അതിനാൽ അറിവില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ശ്രുതി പ്രാരബ്ധത്തിനെ കുറിച്ച് പറയുന്നത്. പരമമായ സത്യം അറിയാത്തവർ പറയുന്നത്, അജ്ഞാനത്തെ ജ്ഞാനം തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനിയുടെ ശരീരം എങ്ങനെയാണ് നിലനിൽക്കുക? എങ്ങനെയാണ് ജ്ഞാനിക്ക് മറ്റുള്ളവരെ പോലെ പെരുമാറാൻ കഴിയുക എന്നിങ്ങനെയാണ്. എന്നാൽ അവർ കാണാത്ത ഒരു കാര്യം, അവർ അജ്ഞാനത്തിൽ മുഴുകിയിരിക്കുന്നതിനാൽ അവരാണ് ജ്ഞാനിയുടെ ശരീരം കാണുന്നതും ജ്ഞാനി ഇങ്ങനെ പെരുമാറുന്നു അങ്ങനെ പെരുമാറുന്നു എന്ന് പറയുന്നതും. ജ്ഞാനിയാണെങ്കിൽ ശരീരം കാണുന്നുപോലുമില്ല, കാരണം ആത്മാവിൽ ലയിച്ചിരിക്കുന്നു. ഈ സാഹചര്യം വിവരിക്കാനാണ് ശ്രുതി പ്രാരബ്ധം എന്ന വിശദീകരണവുമായി ജ്ഞാനിയുടെ കാണപ്പെടുന്ന പെരുമാറ്റത്തെ ന്യായീകരിക്കുന്നത്. ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ ബഹുത്വം തന്നിഷേധാർത്ഥം ശ്രുത്യാഗീതം ചയത് സ്ഫുടം. സൂക്ഷ്മവും സ്ഥൂലവുമായ രണ്ടും ആത്മാവ് തന്നെയാണ് എന്ന് ഒരുവൻ അറിയുന്നതോടെ അയാളുടെ എല്ലാ പ്രവൃത്തികളും ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിലെ ബഹുവചന പ്രയോഗം പ്രാരബ്ധത്തിനെയും നിഷേധിക്കുന്നതിന് വേണ്ടിയാണ്. ശ്രുതി ഇങ്ങനെ പറയുന്നു: ഹൃദയത്തിന്റെ കെട്ട് പൊട്ടുന്നു, സംശയങ്ങളെല്ലാം മറയുന്നു, അവന്റെ എല്ലാ പ്രവൃത്തികളും ഇല്ലാതാകുന്നു. എപ്പോൾ ഒരുവൻ താഴെയുള്ളതും മുകളിലുള്ളതുമായതിനെ മനസ്സിലാക്കുന്നുവോ അപ്പോൾ ഇവ സംഭവിക്കുന്നു. മുണ്ടക ഉപനിഷത്ത്. ഇതിലെ ബഹുവചനങ്ങൾ
അതായത് പ്രവർത്തികൾ എന്ന ബഹുവചനം ഉപയോഗിച്ചതിലൂടെ സഞ്ചിത കർമ്മവും ക്രിയമാന കർമ്മവും പ്രാരബ്ധ കർമ്മവും ജ്ഞാനത്തിലൂടെ നശിക്കുന്നു എന്ന് ശ്രുതി പറയുന്നു. ഗീതയിൽ പറയുന്നു, അല്ലയോ അർജുന, ജ്ഞാനത്തീയിൽ എല്ലാ പ്രവൃത്തികളും ദഹിച്ച് ചാമ്പലാകുന്നു. ഉച്യതേ അജ്ഞൈർബലാച്ചൈതത് തദാനർത്ഥ ദ്വയാഗമഃ വേദാന്തമത ആനം ച യതോ ജ്ഞാനമിതി ശ്രുതി. ആരെങ്കിലും കാര്യകാരണ സഹിതമല്ലാതെ ഏകപക്ഷീയമായി പ്രാരബ്ധം പോകുന്നില്ല എന്ന് വാദിക്കുന്നുവെങ്കിൽ അയാൾ ഇരട്ട മണ്ടത്തരത്തിലേക്കാണ് പെടുക എന്നത് മാത്രമല്ല, വേദാന്ത നിഗമനങ്ങളെ നിഷേധിക്കുന്നിടത്താണ് എത്തുക എന്നും വരും. അതുകൊണ്ട് ശരിയായ അറിവിൽ നിന്നും ഉത്ഭവിക്കുന്ന ശ്രുതികളെ മാത്രമേ സ്വീകരിക്കാനാവൂ. ഇരട്ട മണ്ടത്തരത്തിൽ പെടുക എന്നാൽ ഒന്നാമതായി ദ്വന്ദ്വത്തിൽ നിന്നുള്ള മോചനം അല്ലെങ്കിൽ മോക്ഷം അവർക്ക് അസാധ്യമാണ്. കാരണം ബ്രഹ്മനോടൊപ്പം പ്രാരബ്ധം എന്ന മറ്റൊന്ന് എപ്പോഴും ഉണ്ടാവും. രണ്ടാമതായി മോക്ഷം ജ്ഞാനസമ്പാദനത്തിന്റെ ഏകലക്ഷ്യം അസാധ്യമാകും. അതിനാൽ ജ്ഞാനമാർഗത്തിന്റെ പ്രയോജനം ഇല്ലാതാകും. ശ്രുതിയുടെ മേലാണ് അവർ അഭിപ്രായം രൂപപ്പെടുത്തുന്നതെങ്കിലും ശ്രുതിയെ തള്ളിപ്പറയുന്നതാകും ഫലം. എന്തെന്നാൽ ജ്ഞാനസമ്പാദനത്തിനാണല്ലോ ശ്രുതി. ഈ കുഴപ്പം പിടിച്ച സാഹചര്യത്തിലാണ് അവസാനം വരെയും പ്രാരബ്ധം ഉണ്ടാകുമെന്ന് പറയുന്നവർ ഉണ്ടാവുക. വേദാന്ത നിഗമനങ്ങളെ നിഷേധിക്കുക എന്നാൽ വേദാന്ത നിഗമനമെന്നത് ഇതാണ്: ആദ്യന്തമില്ലാത്ത, മാറ്റങ്ങളില്ലാത്ത ഒന്നേ ഉള്ളൂ, അതാണ് ബ്രഹ്മൻ അല്ലെങ്കിൽ ആത്മൻ. അജ്ഞാനത്തിൽ ഉദിച്ചതാണ് ദ്വൈതഭാവമെന്നും ജ്ഞാനോദയം കൊണ്ട് ദ്വൈതഭാവം ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നതാണ്. പ്രാരബ്ധവാദക്കാർ ദ്വൈതഭാവത്തെ ഉയർത്തിപ്പിടിക്കുന്നത് വഴി വേദാന്ത നിഗമനങ്ങളെ നിരാകരിക്കുകയാണ്. അദ്വൈത ആത്മനെ സാക്ഷാത്കരിക്കുക എന്നതാണ് യഥാർത്ഥ അറിവ്. അതിലേക്കുള്ള വഴിയാണ് ശ്രുതികൾ. എന്നാൽ എല്ലാ ശ്രുതികളും ഇതിലേക്കുള്ള വഴിയല്ല. അതിനാൽ ആത്മന്റെ അദ്വൈത സ്വഭാവം പഠിപ്പിക്കുകയും അങ്ങനെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നേരിട്ട് നയിക്കുന്ന ശ്രുതികളെ മാത്രം നാം അംഗീകരിക്കുകയും ദ്വൈതഭാവത്തിനെ പിന്തുണയ്ക്കുന്നവർക്ക് രണ്ടാം സ്ഥാനം മാത്രം നൽകുകയും വേണം. ത്രിപഞ്ചാംഗാന്യഥോ വക്ഷ്യേ പൂർവോക്തസ്യ ഹി ലബ്ധയേ തൈശ്ച സർവൈ സദാ കാര്യം നിധിധ്യാസനമേവതു. മുൻപറഞ്ഞ അറിവ് ലഭിക്കുന്നതിനായി ഞാനിപ്പോൾ 15 കാര്യങ്ങൾ പ്രതിപാദിക്കാം. അവയുടെ സഹായത്താൽ എല്ലായ്പ്പോഴും ധ്യാനം പരിശീലിക്കണം. ജീവിത ലക്ഷ്യമായ ജ്ഞാനസമ്പാദനത്തിനായുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. പക്ഷേ ലക്ഷ്യമറിഞ്ഞാൽ മാത്രം പോരാ, ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ട കാര്യങ്ങളുമായി നിരന്തര പരിചയവും പരിശീലനവും വേണം. ഇവിടെ 15 ചവിട്ടുപടികൾ പറയുന്നു. അവ ആത്മാർത്ഥമായി പിന്തുടർന്നാൽ യഥാസമയം ഒരു വിദ്യാർത്ഥി ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതാണ്. നിത്യാഭ്യാസാദ്യത്തെ പ്രാപ്തിർ ന ഭവേത് സച്ചിദാത്മനഃ തസ്മാത് ബ്രഹ്മനിധിധ്യാസേത് ജിജ്ഞാസു ശ്രേയസേ ചിരം. സ്ഥിര പരിശീലനമില്ലാതെ ശാശ്വതവും ജ്ഞാനവും മാത്രമായ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല. അതിനാൽ ആത്മവിദ്യ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ഉദ്ദേശ ലക്ഷ്യത്തോടെ ബ്രഹ്മനെക്കുറിച്ച് നീണ്ട ധ്യാനത്തിൽ മുഴുകണം. യമോ ഹി നിയമത്യാഗോ മൗനം ദേശശ്ച കാലത ആസനം മൂലബന്ധശ്ച ദേഹസാമ്യം ച ദൃക്സ്ഥിതി പ്രാണ സംയമനം ചൈവ പ്രത്യാഹാരശ്ച ധാരണ ആത്മധ്യാനം സമാധിശ്ച പ്രോക്ത അന്യംഗാനി വൈ ക്രമാത്. മുറയ്ക്ക് ആ പടികൾ താഴെ പറയുന്നു. 1. ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം. 2. മനസ്സിന്റെ നിയന്ത്രണം. 3. ത്യാഗം. 4. മൗനം. 5. ദേശം. 6. കാലം. 7. ആസനം. 8. മൂലബന്ധം. 9. ശരീരവടിവ്.
10 കാഴ്ച ഉറപ്പിക്കൽ, 11 ജീവശക്തിയുടെ നിയന്ത്രണം, 12 മനസ്സിനെ പിൻവലിക്കൽ, 13 അതീവ ശ്രദ്ധ, 14 ആത്മപരിശോധന, 15 ഒരു കാര്യത്തിൽ മുഴുകിയിരിക്കുക എന്നിങ്ങനെ. പതഞ്ജലിയുടെ 8 പടികളും ഇതിൽ പെടുന്നുണ്ട്, പക്ഷേ താഴെ പറയുന്നത് പോലെയുള്ള വ്യത്യാസങ്ങളിലൂടെയാണെന്ന് മാത്രം. സർവം ബ്രഹ്മേതി വിജ്ഞാനാത് ഇന്ദ്രിയ ഗ്രാമസംയമ യമോയം ഇതി സംപ്രോക്തോ അഭ്യസനീയോ മുഹുർമുഹു. ഈ സർവവും ബ്രഹ്മൻ ആണെന്നുള്ള അറിവിൽ കൂടിയുള്ള ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം എന്നതിനെയാണ് യമം എന്ന് പറയുന്നത്. ഇതിനെ വീണ്ടും വീണ്ടും പരിശീലനം ചെയ്യണം. യമം എന്നത് പതഞ്ജലി വിവരിക്കുന്നത് നോക്കുക. അഹിംസ, സത്യം, മോഷ്ടിക്കാതിരിക്കുക, ആത്മനിയന്ത്രണം, ഒന്നും വാങ്ങാതിരിക്കുക എന്നിങ്ങനെയാണ്. എല്ലാം ബ്രഹ്മനെന്ന് അറിഞ്ഞവന് ഇവ സ്വാഭാവികമാകുമല്ലോ. സജാതീയ പ്രവാഹശ്ച വിജാതീയ തിരസ്കൃതി നിയമോ ഹി പരാനന്ദോ നിയമാത് ക്രിയതേ ബുധൈ. മറ്റുള്ളവയെ പൂർണ്ണമായി ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒരു തരത്തിലുള്ള വിചാരത്തിന്റെ, അതായത് ബ്രഹ്മനെപ്പറ്റി ഉള്ള വിചാരത്തിന്റെ തുടർച്ചയായുള്ള മനോവ്യാപാരത്തിനെയാണ് നിയമം എന്ന് പറയുന്നത്. ഇത് പരമാനന്ദമാണ്. ബുദ്ധിമതികൾ എപ്പോഴും ഇത് പരിശീലിക്കുന്നു. ഒരു തരത്തിലുള്ള വിചാരം എന്നാൽ ജീവാത്മാ പരമാത്മാ ഐക്യത്തെപ്പറ്റിയുള്ള വിചാരം എന്നർത്ഥം. ആത്മാവ് തന്നെ ബ്രഹ്മൻ എന്നും ഞാൻ തന്നെ ബ്രഹ്മൻ എന്നും മറ്റും. നിയമം പതഞ്ജലിയുടെ രീതിയിൽ ഇതാണ്: അകത്തും പുറത്തുമുള്ള ശുചിത്വം, മനസ്സിന് തൃപ്തി, വേദപഠനം, ഈശ്വരാരാധന എന്നിങ്ങനെ. ത്യാഗ പ്രപഞ്ചരൂപസ്യ ചിദാത്മത്വ അവലോകനാത് ത്യാഗോ ഹി മഹതാം പൂജ്യ സദ്യോ മോക്ഷമയോ യതഃ. ഈ മായാപ്രപഞ്ചം എന്നത് ആത്മാവ് തന്നെയാണ് എന്ന ബോധത്തോടെ ഈ പ്രപഞ്ചത്തെ കൈവിടുക എന്നതാണ് യഥാർത്ഥ ത്യാഗം. ഇതിനെയാണ് മഹാത്മാക്കൾ വാഴ്ത്തുന്നത്. കാരണം ഇത് മോക്ഷത്തിലേക്കുള്ള മാർഗമാണ്, വാതിലാണ്. യഥാർത്ഥ ത്യാഗം വൈദികമോ ലൗകികമോ ആയ എല്ലാ പ്രവൃത്തികളുടെയും ത്യാഗമാണ് എന്ന് ചിലർ പറയുന്നു. എന്നാൽ ഇത് പ്രവൃത്തിരഹിതമായുള്ള അവസ്ഥയാണ്. ഇത് ശരിയായ ത്യാഗമല്ല. കാരണം ത്യാഗമെന്ന മാർഗം തന്നെ ഒരു പ്രവൃത്തിയാണ്. ഒരുവൻ എല്ലായിടത്തും ആത്മാവിനെ കാണുകയും തന്മൂലം ഒന്നിനെയും പ്രത്യേകിച്ച് ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ത്യാഗം. ശ്രുതിയും ഇപ്രകാരം പറയുന്നു: ഈ മായാപ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും ദൈവനാമത്താൽ മോടി പിടിപ്പിക്കുക. അങ്ങനെയാണ് ശരിയായ ത്യാഗത്തിന്റെ മാർഗം. ഈശാവാസ്യ ഉപനിഷത്ത്. യസ്മാദ് വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ യൻ മൗനം യോഗിഭിർഗമ്യം തദ് ഭവേത് സർവദാ ബുധഃ. ബുദ്ധിമതികൾ എപ്പോഴും പാലിക്കുന്നതാണ് മൗനം. അവിടെ വാക്കുകളും മനസ്സും എത്തുന്നില്ല, അതിനു മുൻപ് തന്നെ മടങ്ങുകയാണ്. യോഗികൾ ഈ മൗനം നിരന്തരം പരിശീലിച്ച് മാത്രം അവിടെ എത്തുന്നു. ആത്മാവ് എപ്പോഴും നിശബ്ദമായിരിക്കുന്നു. ഇത് തൈത്തിരീയ ഉപനിഷത്തിലെ ആശയമാണ്. അവിടെ യോഗികൾ മാത്രം എത്തുന്നു, കാരണം അവർ അവരുടെ ആത്മാവ് തന്നെ എന്നും. വാചോ യസ്മാൻ നിവർത്തന്തേ തദ്വക്തും കേന ശക്യതേ പ്രപഞ്ചോ യദി വക്തവ്യ സോപി ശബ്ദവിവർജിത ഇതി വാ തദ് ഭവേന്മൗനം സദാം സഹജസംജ്ഞിതം ഗിരാമൗനം തു ബാലാനാം പ്രയുക്തം ബ്രഹ്മവാദിഭി. അതിനെ, ബ്രഹ്മനെ ആർക്കാണ് വിവരിക്കാൻ കഴിയുക?
അവിടെ എത്തുന്നതിന് മുമ്പ് വാക്കുകൾ മടങ്ങിപ്പോകുന്നു. അതിനാൽ മൗനം അക്കാര്യത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഈ പ്രപഞ്ചം വിശദീകരിക്കാനാണെങ്കിൽ പോലും വാക്കുകൾ മതിയാകുന്നില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മഹർഷിമാർക്ക് സ്വാഭാവികമായി വന്നുചേരുന്ന മൗനമാണ് ഇത്. എന്നാൽ വാക്കുകൾ തടഞ്ഞുവെച്ച് കൊണ്ട് ഉണ്ടാക്കുന്ന മൗനം അറിവില്ലാത്തവർക്ക് പറഞ്ഞുകൊടുക്കുന്ന രീതിയാണ്. ഈ പ്രപഞ്ചം പോലും വിശദീകരിക്കാൻ വാക്കുകൾ മതിയാകുന്നില്ല. ഇത് സത്വമല്ല, അതായത് നിലനിൽക്കുന്നതുമല്ല, അസത്വമല്ല, നിലനിൽക്കാത്തതുമല്ല. സത്തായിരുന്നെങ്കിൽ ഗാഠനിദ്രയിൽ ഇല്ലാതാകുമായിരുന്നില്ല. അസത്തായിരുന്നെങ്കിൽ ഇപ്പോൾ കാണാൻ കഴിയുമായിരുന്നില്ല. അതിനാൽ ഈ പ്രപഞ്ചം അനിർവചനീയമാണ്. ആദാവന്തേ ച മധ്യേ ച ജനോ യസ്മിൻ ന വിദ്യതേ ഏനേദം സതതം വ്യാപ്തം ദേശോ വിജന സ്മൃതഃ. ആദ്യന്തമായി നിലനിൽപ്പില്ലാത്ത എന്നാൽ ആത്മാവിനാൽ വ്യാപരിക്കപ്പെടുന്ന ഈ പ്രപഞ്ചം ഇല്ലാതെ വരുമ്പോൾ ഉള്ള ആ ഏകാന്തത, അതാണ് ദേശം. ആ ഏകാന്തത എന്ന് ബ്രഹ്മനെയാണ് വിവക്ഷിക്കുന്നത്. ബ്രഹ്മൻ ഏകാന്തതയിലാണ്. കാരണം ബ്രഹ്മന് രണ്ടാമതൊന്ന് എന്ന് പറയാൻ ഇല്ലാത്തതാണ്. കലനാത് സർവഭൂതാനാം ബ്രഹ്മാദീനാം നിമേഷതഃ കാലശബ്ദേന നിർദ്ദിഷ്ടോ യഖണ്ഡാനന്ദകോ അദ്വയഃ. അദ്വൈതഭാവത്തിലുള്ള പരമാനന്ദമൂർത്തിയും അവിഭാജ്യവുമായ ബ്രഹ്മൻ തന്നെയാണ് കാലം. കാരണം ഞൊടിയിടയ്ക്കുള്ളിൽ ബ്രഹ്മാവ് മുതൽ എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നു. ഈ സൃഷ്ടി മുഴുക്കയും ഈശ്വരന്റെ മനസ്സിലെ തോന്നൽ കാരണമാണ്. സൃഷ്ടി വേണമെന്ന് തോന്നിയാൽ ഞൊടിയിടയിൽ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കഴിയും. ഏതുപോലെ എന്നാൽ നമ്മുടെ സ്വപ്നങ്ങളിൽ ഒരു മുഴുവൻ പ്രപഞ്ചവും ഒരു നിമിഷത്തിൽ നമുക്ക് ഒരു ആഗ്രഹം അല്ലെങ്കിൽ തോന്നലിനാൽ സൃഷ്ടിക്കപ്പെടുന്നില്ലേ? സൃഷ്ടിക്കാനുള്ളതുപോലെ തന്നെ രക്ഷിക്കാനും നശിപ്പിക്കാനുമുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കാം. സുഖേനൈവ ഭവേദ്യസ്മിൻ അജസ്രം ബ്രഹ്മചിന്തനം ആസനം തദ്വിജാനീയാൻ നേതരത്ത് സുഖനാശനം. ആസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുവന്റെ സുഖം നശിപ്പിച്ചുകൊണ്ടുള്ള ശാരീരികമായുള്ളതല്ല. ഏത് രീതിയിൽ ഇരുന്നാലാണോ ബ്രഹ്മനെ പറ്റിയുള്ള ധ്യാനം അണമുറിയാതെ സ്വതസിദ്ധമെന്ന പോലെ ചെയ്യാൻ കഴിയുന്നത്, അതാണ് ആസനം. സിദ്ധം യത് സർവഭൂതാദി വിശ്വാധിഷ്ഠാനമവ്യയം യസ്മിൻ സിദ്ധ സമാവിഷ്ട തദ്വൈ സിദ്ധാസനം വിദുഃ. എല്ലാ ജീവജാലങ്ങളുടെയും ആരംഭം എന്ന് അറിയപ്പെടുന്നതും അവയെ സംരക്ഷിച്ചു നിർത്തുന്നതും അചഞ്ചലവും ഏതിൽ സദാസമയവും ജ്ഞാനികൾ മുങ്ങിയിരിക്കുന്നതും ആയതിനെയാണ് സിദ്ധാസനം എന്ന് പറയുന്നത്. സിദ്ധാസനം ധ്യാനത്തിനുള്ള ഒരു ഇരിപ്പ് രീതിയാണ് സിദ്ധാസനം എന്ന് പറയാറുള്ളത്. ഇവിടെ ബ്രഹ്മനെയാണ് ഉദ്ദേശിക്കുന്നത്. യന്മൂലം സർവഭൂതാനാം യന്മൂലം ചിത്തബന്ധനം മൂലബന്ധ സദാ സേവ്യോ യോഗ്യോ അസൗ രാജയോഗിനാം. രാജയോഗികൾ എല്ലായ്പ്പോഴും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതും മൂലബന്ധമെന്ന് പറയപ്പെടുന്നതും എല്ലാ ജീവജാലങ്ങളുടെയും ആധാരവും മനോനിയന്ത്രണത്തിന് ഹേതുവും ആയതെന്തോ അതിനെ ബ്രഹ്മനെയാണ് ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ബ്രഹ്മനുമായുള്ള ലയനത്തിൽ കൂടെയാണ് മനസ്സിന്മേൽ യഥാർത്ഥ നിയന്ത്രണം ലഭിക്കുന്നത്. ഈ ശ്ലോകങ്ങൾ വഴി ഉദ്ദേശിക്കുന്നത് ഒരുവന്റെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കേണ്ടത് ബ്രഹ്മനിലാണ്, അല്ലാതെ ശരീര വടിവ് ശരിയാണോ എന്നതിലാകരുത് എന്നതാണ്.
അംഗാനാം സമതാം വിദ്യാത് സമേ ബ്രഹ്മണി ലീനതാം നോചേന്നൈവ സമാനത്വം ഋജുത്വം ശുഷ്കവൃക്ഷവത്ത്. ശരീരവടിവ് എന്നത് വെറും ഉണക്കമരം പോലെ നിവർന്നിരിക്കലല്ല, മറിച്ച് എല്ലായിടത്തും ഒന്നുപോലെ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മനിൽ പൂർണ്ണമായി ലയിച്ചിരിക്കുക എന്നതാണ്. ദൃഷ്ടിം ജ്ഞാനമയീം കൃത്വ പശ്യേത് ബ്രഹ്മമയം ജഗത് സാ ദൃഷ്ടി പരമോദാര നാസാഗ്ര അവലോകിനി. സാധാരണ കാഴ്ച എന്നതിനെ അറിവ് എന്നാക്കി മാറ്റണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ ബ്രഹ്മൻ തന്നെയാണ് എന്ന് കാണണം. അതിനെയാണ് കാഴ്ചയുറപ്പിക്കൽ എന്ന് പറയുന്നത്, അല്ലാതെ നാസികാഗ്രത്തിൽ വെറും ദൃഷ്ടി ഉറപ്പിക്കലല്ല. ഇതാണ് പരമമായ കാഴ്ച. ബ്രഹ്മന് മുമ്പിൽ ഉന്നതനെന്നോ നീചനെന്നോ വലുതെന്നോ ചെറുതെന്നോ ഉള്ള വ്യത്യാസം ഇല്ല. കാരണം എല്ലാം ബ്രഹ്മനാൽ വ്യാപിച്ചിരിക്കുന്നു എന്നത് തന്നെ. ദൃഷ്ടദർശന ദൃശ്യാനാം വിരാമോ യത്ര വാ ഭവേത് ദൃഷ്ടിസ്തത്രൈവ കർത്തവ്യ നാസാഗ്ര അവലോകിനി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഏത് സത്യത്തെ അല്ലെങ്കിൽ ബ്രഹ്മനെ കണ്ടാലാണോ കാഴ്ചക്കാരനും കാഴ്ചയും കാണപ്പെടുന്നതും എന്ന വ്യത്യാസം ഇല്ലാതാകുന്നത്, ആ കാഴ്ചയാണ് കാഴ്ച ഉറപ്പിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നാസികാഗ്രത്തിൽ വെറും ദൃഷ്ടി ഉറപ്പിക്കലല്ല. ബ്രഹ്മനിൽ മാത്രമാണ് കാണുന്നവൻ, കാഴ്ച, കാണപ്പെടുന്നത് എന്ന വ്യത്യാസം ഇല്ലാതാകുന്നത്. നാസികാഗ്രത്തിൽ ദൃഷ്ടി ഉറപ്പിക്കൽ എന്നത് ധ്യാനത്തിലിരിക്കുമ്പോൾ നാസികാഗ്രത്തിൽ ദൃഷ്ടി ഉറപ്പിക്കണമെന്ന് പറയുന്നു, ഗീതയിൽ പറയുന്നു. ആ പറയുന്നതിന്റെ പദ അർത്ഥം മാത്രം എടുക്കുക എന്നാവരുത്. അങ്ങനെ എടുത്താൽ ആത്മനെക്കുറിച്ച് ആവില്ല, മൂക്കിനെക്കുറിച്ചാവും ആലോചന. വാസ്തവത്തിൽ അവനവന്റെ ആത്മനെക്കുറിച്ചായിരിക്കണം ധ്യാനം, അല്ലാതെ ബാഹ്യവസ്തുക്കളെക്കുറിച്ചല്ലല്ലോ. അതിനാലാണ് ഇവിടെ ആത്മനെക്കുറിച്ചുള്ള ധ്യാനത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, അല്ലാതെ മൂക്കിന്റെ അറ്റത്ത് നോക്കുക എന്നതിനെ നിഷേധിക്കുന്നതല്ല. ചിത്താദി സർവഭാവേഷു ബ്രഹ്മത്വേനൈവ ഭാവനാത് നിരോധ സർവവൃത്തീനാം പ്രാണായാമ സൗച്യതേ. ചിത്തം മുതലായ എല്ലാ മാനസിക അവസ്ഥകളെയും ബ്രഹ്മനാണെന്ന് കണ്ട് മനോവ്യാപാരങ്ങളെയെല്ലാം പൂർണ്ണമായും നിയന്ത്രിക്കുകയാണ് പ്രാണായാമം. നിഷേധനം പ്രപഞ്ചസ്യ രേചകാഖ്യ സമീരണ ബ്രഹ്മൈവാസ്മീതി ആവൃത്തി പൂരകോ വായുരീരിതഃ തതസ്തദ് വൃത്തിനൈശ്ചല്യം കുംഭക പ്രാണസംയമ അയം ചാപി പ്രബുദ്ധാനം അജ്ഞാനം ഘ്രാണപീഡനം. ഈ പ്രപഞ്ചത്തെ നിരാകരിക്കലാണ് രേചകം. ഞാൻ ബ്രഹ്മനാണ് എന്ന വിചാരമാണ് പൂരകം. ആ വിചാരത്തിനെ ഉറപ്പിച്ചു നിർത്തലാണ് കുംഭകം. അറിവുള്ളവരുടെ പ്രാണായാമം ഇതാണ്. മറ്റുള്ളവരാണ് മൂക്ക് പിടിച്ച് തിരിക്കുക എന്നത് ചെയ്യുന്നത്. ശ്വസനവും ഉച്ഛ്വസനവും നിയന്ത്രിക്കുന്നതാണ് പ്രാണായാമം എന്ന് പതഞ്ജലി. അതിന് 3 ഘട്ടങ്ങൾ: 1 ശ്വസനം അല്ലെങ്കിൽ പൂരകം, 2 ശ്വാസകോശത്തിൽ ശ്വാസം നിറച്ച് പിടിക്കുക, അതായത് കുംഭകം, 3 ഉച്ഛ്വാസനം അല്ലെങ്കിൽ രേചകം. ശ്വാസത്തെ ഇങ്ങനെ നിയന്ത്രിച്ചാൽ മനസ്സിന്റെ ബാഹ്യലോക പ്രവർത്തനം മുറിഞ്ഞുപോകുമെന്ന് പതഞ്ജലി പറയുന്നു. എന്നാൽ ശ്വാസം മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലാതെ മറിച്ചല്ല എന്നാണ് ശങ്കരന്റെ വാദം. അതുകൊണ്ട് ശ്വാസം നിയന്ത്രിക്കുക എന്നത് വിട്ട് മനസ്സ് നിയന്ത്രിക്കുക എന്നതാണ് ശങ്കരൻ പറയുന്നത്. മനസ്സിനെ നിയന്ത്രിച്ചാൽ ശ്വാസം താനെ നിയന്ത്രിക്കപ്പെട്ടുകൊള്ളൂ. വിശേഷ ആത്മതാം ദൃഷ്ട്വാ മനസഞ്ചിതിമജ്ജനം പ്രത്യാഹാര സവിജ്ഞേയോ അഭ്യസനീയോ മുമുക്ഷുപി.
എല്ലാ വസ്തുക്കളിലും ആത്മാവിനെ കണ്ട് മനസ്സിനെ ആ ഉയർന്ന ബോധത്തിൽ ആക്കുന്നതിനെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ഇത് മോക്ഷേച്ഛുക്കൾ പരിശീലിക്കേണ്ടതുണ്ട്. പ്രത്യാഹാരത്തിനെ കുറിച്ച് പതഞ്ജലി പറയുന്നത് നോക്കുക. ഇന്ദ്രിയങ്ങൾ അവയുടെ വസ്തുക്കളെ വിട്ട് മനസ്സിന്റെ രൂപത്തെ കൈവരിക്കുമ്പോൾ അതിനെ പ്രത്യാഹാരം എന്ന് പറയുന്നു. എന്നാൽ അതിന്റെ അന്തിമ ദശ എത്തുന്നത് ആ പരമമായ ബോധത്തിൽ മനസ്സും ലയിക്കുമ്പോഴാണ്. എത്ര എത്ര മനോയാതി ബ്രഹ്മണ തത്ര ദർശനാത് മനസോ ധാരണം ചെയ്വ ധാരണ സാ പരാമത. ബ്രഹ്മനെ സാക്ഷാത്കരിച്ച് മനസ്സ് എവിടെ എവിടെ പോകുന്നുവോ അവിടെ മനസ്സിനെ പിടിച്ചു നിർത്തി ഏകാഗ്രം ആക്കുന്നതാണ് പരമമായ ധാരണ. പതഞ്ജലി പറയുന്നത് നോക്കുക. മനസ്സിനെ ഏകാഗ്രമാക്കി ഒരു കാര്യത്തിൽ തന്നെ നിർത്തുക എന്നതാണ് ധാരണ. എന്നാൽ ധാരണയുടെ അന്തിമഭാവത്തിൽ എത്തണമെങ്കിൽ അജ്ഞാനത്താൽ ബ്രഹ്മനിൽ വെച്ചുകെട്ടപ്പെട്ട രൂപവും പേരും മാറ്റിവെച്ച് എല്ലാം ബ്രഹ്മനാണ് എന്ന് മനസ്സിലാക്കി മനസ്സ് ബന്ധപ്പെടുന്ന വസ്തുക്കളിന്മേൽ പൂർണ്ണമായ ഉണ്ടാകണം. ബ്രഹ്മൈവാസ്മീതി സദ്വൃത്യ നിരാലംബതയാ സ്ഥിതി ധ്യാനശബ്ദേന വിഖ്യാത പരമാനന്ദദായിനി. ഞാൻ ബ്രഹ്മനാണ് എന്ന വിചാരത്തിൽ മുഴുകി എല്ലാത്തിൽ നിന്നും വ്യത്യസ്തനായി നിൽക്കുന്ന സ്ഥിതിയെയാണ് ധ്യാനം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരമാനന്ദദായകവുമാണിത്. പതഞ്ജലി പറയുന്നത് നോക്കുക. ധ്യാനം എന്നാൽ ഒരു വസ്തുവിനെക്കുറിച്ചുള്ള ഇടമുറിയാതുള്ള വിചാരധാരയാണ്. അത് പൂർണ്ണമായും ശരിയാകുന്നത് എപ്പോൾ ഒരുവൻ തന്റെ ആത്മാവ് തന്നെയാണ് ബ്രഹ്മൻ എന്ന് ഉള്ള വിചാരത്തിൽ മുഴുകിയിരിക്കുമ്പോൾ മാത്രമാണ്. നിർവികാരതയാ വൃത്യ ബ്രഹ്മാകാരതയാ പുനഃ വൃത്തി വിസ്മരണം സമ്യക് സമാധിർ ജ്ഞാനസംജ്ഞക. മനോവ്യാപാരത്തെ നിശ്ചലമാക്കി നിർത്തി അതിനെ തന്നെ മറന്ന് ബ്രഹ്മവിചാരത്തിൽ ലയിക്കുക എന്നതാണ് സമാധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ അറിവ്, വിദ്യ എന്നും പറയാം. സ്വബോധം നഷ്ടപ്പെടുക എന്ന സ്ഥിതിയല്ല സമാധി. വസ്തുനിഷ്ഠമായ എല്ലാ വിചാരങ്ങളുടെയും അസാന്നിധ്യമാണെങ്കിലും ആ സ്ഥിതിയിൽ എല്ലായ്പ്പോഴും ശുദ്ധബോധം ഉണ്ടായിരിക്കും. ബോധത്തിന്റെ അഭാവം എന്നത് ഒരിക്കലും ഉണ്ടാകാൻ കഴിയാത്ത സ്ഥിതിയാണ്. കാരണം ഒരുവന്റെ ആത്മാവ് തന്നെയാണല്ലോ വിചാരം ഇല്ലാതാക്കുന്നത്. അതിനാൽ സമാധി എന്നത് വിദ്യ തന്നെ. ഇമം ചാകൃത്രിമാനന്ദം യാവത് സാധു സമഭ്യസേത് പശ്യോ യാവത് ക്ഷണത് പുംസ പ്രയുക്ത സൻ ഭവേത് സ്വയം. മോക്ഷേച്ചു ശ്രദ്ധയോടെ ഈ സമാധി പരിശീലിക്കണം. ഇതുവഴി സ്വാഭാവികമായ പരമാനന്ദം അനാവരണം ചെയ്യപ്പെടുകയും തന്റെ നിയന്ത്രണത്തിൽ തന്നെ സ്വതസിദ്ധമെന്നോണം ഞൊടിയിടയിൽ ആവശ്യാനുസരണം അത് പുറത്തുവരികയും ചെയ്യും. തതഃ സാധന നിർമുക്ത സിദ്ധോ ഭവതി യോഗിരാട്ട് തത് സ്വരൂപം ന ചൈതസ്യ വിഷയോ മനസോ ഗിരാം. ആ അവസ്ഥയിൽ ആ യോഗേന്ദ്രൻ പൂർണ്ണതയിലെത്തുകയും എല്ലാ പരിശീലനങ്ങളിൽ നിന്നും മോചനാകുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവന്റെ യഥാർത്ഥ സ്വരൂപം മനസ്സിന്റെയും വാക്കുകളുടെയും അതീതമാണ്. പരിശീലനങ്ങളിൽ നിന്നും മോചിതനാവുക എന്നാൽ ഇവിടെയും മറ്റെവിടെയും പറഞ്ഞിരിക്കുന്ന പരിശീലനങ്ങളിൽ നിന്നും മോചിതനാവുക എന്നാണ് അർത്ഥം. കാരണം അവയൊക്കെ ഒരുവന്റെ ബ്രഹ്മനുമായുള്ള ഐകരൂപ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള വഴി മാത്രമാണല്ലോ എന്നതിനാൽ ആ സാക്ഷാത്കാരത്തിന് ശേഷം ആ പരിശീലനം ആവശ്യമില്ലല്ലോ. ഗീതയും പറയുന്നു, ആ സാക്ഷാത്കാരം ആയിക്കഴിഞ്ഞവന് പ്രവൃത്തി രാഹിത്യമാണ് വഴി. അവന്റെ യഥാർത്ഥ സ്വരൂപം ശ്രുതി നോക്കുക. മുണ്ടക ഉപനിഷത്ത് പരമമായ ബ്രഹ്മനെ സാക്ഷാത്കരിക്കുന്നവൻ ബ്രഹ്മനായിത്തീരുന്നു
തൈത്തിരീയ ഉപനിഷത്ത് പറയുന്നു. അവന്റെ സ്വരൂപവും മനസ്സിനും വാക്കുകൾക്കും അതീതനായ ബ്രഹ്മനിൽ ലയിച്ചു ചേരുന്നു. സമാധൗ ക്രിയമാണേതു വിഘ്നാന്യായാന്തി വൈചലത് അനുസന്ധാനരാഹിത്യം ആലസ്യം ഭോഗലാലസം ലയ തമശ്ച വിക്ഷേപോ രസാസ്വാദശ്ച ശൂന്യത ഏവം യത് വിഘ്നബാഹുല്യം ത്യാജ്യം ബ്രഹ്മവിദാശനൈ. സമാധി പരിശീലകന് പലതരം തടസ്സങ്ങൾ ഉണ്ടാകുന്നു. വിചാര തീക്ഷ്ണത കുറയുക, മടി, വൈകാരിക സുഖ ആസ്വാദനത്തിനുള്ള വാഞ്ച, ഉറക്കം, ജാള്യത, മനസ്സ് മറ്റു വഴിക്ക് തിരിയുക, സുഖാവസ്ഥയിൽ കഴിയാനുള്ള ആഗ്രഹം, ശൂന്യത എന്നിങ്ങനെയാണവ. ബ്രഹ്മജ്ഞാനം ആഗ്രഹിക്കുന്നവർ ഈ തടസ്സങ്ങളെയെല്ലാം തട്ടിമാറ്റുക തന്നെ വേണം. സുഖാവസ്ഥയിൽ കഴിഞ്ഞുകൂടാനുള്ള ആഗ്രഹം എന്നാൽ കുറച്ച് പുരോഗതിക്ക് ശേഷം പരിശീലകന്റെ മനസ്സിൽ ഒരു പ്രത്യേക സുഖ അവസ്ഥ ഈ ഏകാഗ്രത കാരണം ഉണ്ടാകുന്നു. ഇത് അനുഭവിക്കാനുള്ള തോന്നൽ ഉണ്ടാവുക മുൻപോട്ടുള്ള ഗതിക്ക് തടസ്സമാകുന്നു. ശൂന്യത എന്നാൽ മനസ്സിലെ പലതരം ആശയങ്ങളുടെ സംഘട്ടനം മൂലമുണ്ടാകുന്ന ശൂന്യതയാണ്. ഭാവവൃത്യാ ഹി ഭാവത്വം ശൂന്യവൃത്യാ ഹി ശൂന്യത ബ്രഹ്മവൃത്യാ ഹി പൂർണ്ണത്വം തഥാ പൂർണ്ണത്വമഭ്യസേത്. ഒരു വസ്തുവിനെ കുറിച്ച് വിചാരിക്കുമ്പോൾ അതുമായി മനസ്സ് ഇഴുകിച്ചേരുന്നു. ശൂന്യതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സും ശൂന്യമാകുന്നു. ബ്രഹ്മനെക്കുറിച്ച് വിചാരിക്കുമ്പോൾ അത് പൂർണ്ണതയിലെത്തുന്നു. അതിനാൽ പൂർണ്ണതയിലെത്തുവാൻ ഒരുവൻ നിരന്തരമായി ബ്രഹ്മനെ തന്നെ വിചാരിക്കണം. എന്തുകൊണ്ട് നിരന്തരമായി ബ്രഹ്മനെ തന്നെ വിചാരിക്കണം? ഏതിനെപ്പറ്റി ഒരാൾ വിചാരിക്കുന്നുവോ അവൻ അതായി തീരുന്നു. അതിനാൽ പൂർണ്ണത ആഗ്രഹിക്കുന്നയാൾ ദ്വന്ദ്വഭാവത്തെക്കുറിച്ചുള്ള വിചാരങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് താൻ പൂർണ്ണതയുള്ളതായ അദ്വൈതഭാവത്തിലുള്ള ബ്രഹ്മനെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കണം. ഏഹി വൃത്തിം ജഗത്യേനാം ബ്രഹ്മാഖ്യാം പാവനീം പരാം വൃഥൈവ തേ തു ജീവന്തി പശൂഭിശ്ച സമാനരാ. ബ്രഹ്മനെക്കുറിച്ചുള്ള ആത്മശുദ്ധീകരണ ശേഷിയുള്ള വിചാരം ആരുപേക്ഷിക്കുന്നുവോ അവന്റെ ജീവിതം തന്നെ വൃഥാവിലാണ്, മൃഗങ്ങളുടേതിന് തുല്യമാണ്. എന്തുകൊണ്ട് മൃഗങ്ങളുടേതിന് തുല്യമാണ്? മനുഷ്യന് മറ്റാർക്കും ലഭ്യമല്ലാത്ത ഒരവസരം കിട്ടിയിരിക്കുകയാണ്. ബ്രഹ്മനെ സാക്ഷാത്കരിക്കുന്നതിനും തദ്വാര അവിദ്യയുടെ കെട്ടുപാടിൽ നിന്ന് മോചിതനാവുന്നതിനും ഉള്ള അവസരം. ഈ അവസരം അവൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവനെ മനുഷ്യൻ എന്ന് വിളിക്കുവാൻ കഴിയില്ല. കാരണം അങ്ങനെയുള്ളവനെയും താഴ്ന്ന തരത്തിലുള്ള മൃഗങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്ന ഒന്നുമില്ല. ഏഹി വൃത്തിം വിജാനന്തി ജ്ഞാത്വാപി വർദ്ധയന്തിയേ തേ വൈ സത് പുരുഷാധന്യാ വന്ദ്യാസ്തേ ഭുവനത്രേ. തുടക്കത്തിൽ തന്നെ ബ്രഹ്മനെക്കുറിച്ച് ബോധവാന്മാരായ സാത്വികന്മാർ ഏറ്റവും അനുഗ്രഹീതരാണ്. അവർ ആ വിചാരത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ ജീവിതം ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ളവർ എന്നും എവിടെയും ആദരിക്കപ്പെടുന്നു. വളരെ നാളത്തെ പരിശീലനത്തിന് ശേഷം മുമുക്ഷുക്കൾ സമാധിയിലിരിക്കുമ്പോൾ ആദ്യമായി അനുഭവപ്പെടുന്ന ഒന്നുണ്ട്, അകത്തും പുറത്തും വ്യാപരിക്കുന്ന ബ്രഹ്മന്റെ ശക്തി. എന്നാൽ അതുകൊണ്ടായില്ല. ബ്രഹ്മന്റെ ശക്തി അനുഭവപ്പെടുന്നതിൽ നിന്ന് വളർന്ന് ബ്രഹ്മനുമായി താതാത്മ്യം പ്രാപിക്കുന്ന തോന്നൽ അനുനിമിഷവും ഉണ്ടാകുകയും എല്ലാ ദ്വന്ദ്വഭാവങ്ങൾക്കും അതീതമായി ആ തോന്നൽ മാറുകയും അജ്ഞാനം മാറി ജ്ഞാനോദയം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് ഈ പരിശീലനത്തിന്റെ അവസാന രീതി. യേഷാം വൃത്തി സമാവൃദ്ധ പരിപക്ക ച സാ പുനഃ
തേ വൈ സദ് ബ്രഹ്മതാം പ്രാപ്ത നേതരേ ശബ്ദവാദിന. ഇത്തരം ബ്രഹ്മനെ കുറിച്ചുള്ള ബോധം എപ്പോഴും ഉണ്ടായിരിക്കുകയും വളർന്ന പൂർണ്ണത പ്രാപിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ സദാ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ബ്രഹ്മന്റെ പദം പ്രാപിക്കാൻ കഴിയൂ. വാക്കുകളിൽ കളിക്കുന്നവർക്ക് അത് കഴിയില്ല. കുശല ബ്രഹ്മവാർത്തായം വൃത്തിഹീന സുരാഗിണ തേപ്യ അജ്ഞാനതയാ നൂനം പുനരായാന്തി യാന്തി ച. ബ്രഹ്മനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ മാത്രം മിടുക്ക് കാണിക്കുന്നവർ, പക്ഷെ ബ്രഹ്മനെ സാക്ഷാത്കരിക്കാത്തവർ, പ്രാപഞ്ചിക സുഖങ്ങളോട് മമതയുള്ളവർ അവരുടെ അജ്ഞാനം മൂലം വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. മോക്ഷം ലഭിക്കുന്നില്ല. നിമേഷാർത്ഥം ന തിഷ്ടന്തി വൃത്തിം ബ്രഹ്മമയീം വിന യഥാ തിഷ്ടന്തി ബ്രഹ്മാദ്യ സനകാദ്യ ശുകാദയ. ബ്രഹ്മജ്ഞാന ഇച്ഛുക്കൾ ഒരു നിമിഷം പോലും ആ വിചാരത്തിൽ നിന്ന് മാറരുത്. ഏതുപോലെ എന്നാൽ ബ്രഹ്മാവ്, സനകൻ, ശുകൻ എന്നിങ്ങനെയുള്ളവരെ പോലെ. രാജയോഗത്തിന്റെ അവസാന ലക്ഷ്യം ബ്രഹ്മനിൽ ലയിക്കുക എന്നതാണ്. അതിന് സദാസമയവും ബ്രഹ്മബോധത്തിൽ മുഴുകിയിരിക്കണം. ഇതോടെ രാജയോഗത്തെ വേദാന്തത്തിന്റെ പ്രകാശത്തിൽ വിശദീകരിക്കുന്നത് കഴിയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന രാജയോഗവും പതഞ്ജലിയുടെ യോഗ സൂത്രത്തിലേതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും പ്രത്യേകിച്ച് അവസാന ലക്ഷ്യത്തെ സംബന്ധിച്ച് പ്രായോഗിക തലത്തിൽ വളരെ വ്യത്യാസങ്ങളുണ്ട്. പതഞ്ജലി ശരീരത്തിന്റെയും പ്രാണന്റെയും നിയന്ത്രണം കഴിഞ്ഞു മാത്രമേ ധ്യാനം പരിശീലിക്കാവൂ എന്ന് പറയുന്നു. എന്നാൽ ശ്രീ ശങ്കരൻ ആദ്യം മുതൽക്ക് തന്നെ ബ്രഹ്മനെ ധ്യാനിക്കുന്നതിന് ഊന്നൽ കൊടുക്കുന്നു. ആ വഴി പരിശീലകനെ നേരിട്ട് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. കാര്യം കാരണതയാത കാരണേ നഹി കാര്യത കാരണത്വം തതോ ഗച്ഛേത് കാര്യഭാവേ വിചാരത. കാരണത്തിന്റെ രീതി കാര്യത്തെ അല്ലെങ്കിൽ ഫലത്തെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലാതെ മറിച്ചല്ല. യുക്തിസഹമായി തന്നെ കാര്യം ഇല്ലാതെ വരുമ്പോൾ കാരണവും ഇല്ലെന്ന് മറഞ്ഞുപോകുന്നു എന്ന് നമുക്ക് കാണാം. കാരണവും ഫലവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഫലം ഏതുവരെ ഉണ്ടോ അതുവരെ അതിന് കാരണമുണ്ടാകും. എന്നാൽ ഫലം അല്ലെങ്കിൽ കാര്യം ഇല്ലാതെ വരുമ്പോൾ കാരണം അതിനാൽ തന്നെ ഉണ്ടാവാൻ കഴിയില്ല. അതാണ് കാരണം എന്ന് പറയാനുള്ള ഒരു കാര്യവും ഉണ്ടാകുന്നില്ലല്ലോ. അഥ ശുദ്ധം ഭവേദ്വസ്തു തദ്വൈ വാചാമഗോചരം ദൃഷ്ടവ്യം മൃത്ഘടേനൈവ ദൃഷ്ടാന്തേന പുനഃ പുനഃ. അപ്പോൾ ആ ശുദ്ധ സത്യം ബ്രഹ്മൻ, വാക്കുകൾക്കും അതീതമായ ആ സത്യം മാത്രം ബാക്കി നിൽക്കുന്നു. മണ്ണും കുടവും എന്ന ഉദാഹരണത്തിൽ കൂടി ഇത് വീണ്ടും വീണ്ടും മനസ്സിലാക്കണം. മണ്ണിനെ അറിയുന്നതോടെ അതിനാൽ ഉണ്ടാക്കപ്പെട്ട എല്ലാ വസ്തുവിനെയും അറിയുന്നു എന്നതുപോലെ മണ്ണ് മാത്രമാണ് സത്യം. മറ്റെല്ലാ വസ്തുക്കളും വാക്കുകളിൽ നിന്ന് ഉത്ഭവിച്ച പേരുകൾ മാത്രമാണ്. ബ്രഹ്മൻ മാത്രമാണ് സത്യം. ഈ പ്രപഞ്ചം പേരുകളിൽ മാത്രം നിലനിൽക്കുന്നതായി തന്നെ കാണണം. അനേനൈവ പ്രകാരേണ വൃത്തിർ ബ്രഹ്മാത്മിക ഭവേത് ഉദേതി ശുദ്ധചിത്താനാം വൃത്തി ജ്ഞാനം തത പരം. ഈ രീതിയിൽ മാത്രമാണ് ഒരു നിഷ്കളങ്ക മനസ്കന് ബ്രഹ്മനെ കുറിച്ച് ബോധമുണ്ടാവുകയും അത് പിന്നീട് ബ്രഹ്മനിൽ ലയിക്കുകയും ചെയ്യുക. ആലോചനയും വിവേചനവും എന്നിവ നിരന്തരമായി പരിശീലിക്കുന്നതിൽ കൂടെയാണ് പരിശീലകന്റെ മനസ്സിൽ ബ്രഹ്മൻ മാത്രമാണുള്ളതെന്നും മറ്റൊന്നും ഉള്ളതല്ലെന്നും ഉള്ള ജ്ഞാനോദയം ഉണ്ടാകൂ. അങ്ങനെ ദ്വന്ദ്വഭാവത്തിലുള്ള പ്രപഞ്ചം എന്ന തോന്നൽ അവസാനിക്കണം. കാരണം വ്യതിരേകേണ
പുമാനാദോ വിലോകയേത് അന്യേന പുനസ്തദ്വി കാര്യം നിത്യം പ്രപശ്യതി. കാര്യത്തിൽ അന്തർലീനമാണ് കാരണമെന്ന് ആദ്യം നിഷേധത്തിന്റെ വഴിയിൽ കൂടി കാരണം അറിയാൻ ശ്രമിക്കുകയും പിന്നീട് ക്രിയാത്മക മാർഗത്തിൽ കൂടി ശ്രമിക്കുകയും ചെയ്യണം. കാരണം ഊഹിച്ചെടുക്കാൻ നിഷേധത്തിന്റെയും ക്രിയാത്മക രീതിയിലെയും രണ്ടും അവലംബിക്കാം. ആദ്യത്തെ രീതിയിലാണെങ്കിൽ കാരണമില്ലെങ്കിൽ കാര്യമില്ലല്ലോ എന്നും, രണ്ടാമത്തെ രീതിയിലാണെങ്കിൽ എവിടെ കാര്യമുണ്ടോ അവിടെ കാരണവും കാണണം എന്നും ആണ്. രണ്ടു തരത്തിലായാലും അവസാനം ഒരിടത്ത് തന്നെ ബ്രഹ്മനിൽ തന്നെ വന്നു ചേരുന്നു. ഈ പ്രപഞ്ചത്തിന്റെ ഉറവിടം അവിടെയാണല്ലോ. കാരണമാകുന്ന ബ്രഹ്മൻ ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാകില്ലായിരുന്നു എന്നും, പ്രപഞ്ചമുണ്ട് അതിനാൽ ബ്രഹ്മനുണ്ട് എന്നും രണ്ട് രീതിയിലും ആകാം. കാര്യം ഹി കാരണം പശ്യേത് പശ്ചാത് കാര്യം വിസർജയേത് കാരണത്വം തതോ ഗച്ഛേത് അവശിഷ്ടം ഭവേൻ മുനി. അങ്ങനെ കാര്യത്തിലാണ് കാരണം സ്ഥിതി ചെയ്യുന്നതെന്ന് കാണുകയും അതിനുശേഷം കാര്യത്തെ നിശേഷം ഇല്ലാതാക്കുകയും ചെയ്യുക. അവശേഷിക്കുന്നത് എന്തോ അത് മുനി സ്വയം ആയിത്തീരുന്നു. കാരണവും കാര്യവും ഇല്ലാതാകുമ്പോൾ അവശേഷിക്കുന്നത് ശൂന്യമാണ് എന്ന നിഗമനം ശരിയല്ല. ബാക്കി എല്ലാറ്റിനെയും നിരാകരിക്കാം, പക്ഷെ അവനവനെ നിരാകരിക്കാൻ പറ്റില്ലല്ലോ. അതിനാൽ കാരണം നിരാകരിക്കപ്പെടുമ്പോൾ അതിനുപരിയായുള്ള ആത്മാവ്, മുനിയുടെ ആത്മാവ്, പരമമായ സത്യം അവശേഷിക്കുന്നു. ഭാവിതം തീവ്രവേഗേന ഇതസ്തു നിശ്ചയാത്മന പുമാംസ്തദ്വി ഭവേച്ഛീക്രം ജ്ഞേയം ഭ്രമരകീടവത്ത്. ഏതൊന്നിനെ ഉറച്ച വിശ്വാസത്തോടും ശക്തമായും ഒരുവൻ ധ്യാനിക്കുന്നുവോ അവൻ അതായിത്തീരുന്നു. കടന്നലിന്റെയും പുഴുവിന്റെയും ഉദാഹരണത്തിൽ നിന്ന് ഇത് നല്ലവണ്ണം മനസ്സിലാക്കണം. ഇത് സാധാരണയായുള്ള ഒരു വിശ്വാസമാണ്. ഒരു പുഴുവിനെ കടന്നൽ അതിന്റെ കൂട്ടിലടച്ച് കുത്തുകൊടുക്കുന്നു. അതിന്റെ വേദനയെയും വേദനയ്ക്ക് കാരണമായ കടന്നലിനെയും ഓർത്തു കഴിയുന്ന പുഴു സ്വയം കടന്നലായി മാറുന്നു. അതുപോലെ ബ്രഹ്മനെ തന്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് ധ്യാനിച്ചു കഴിയുന്നവൻ കാലം ചെല്ലുമ്പോൾ ബ്രഹ്മനായിത്തീരുന്നു. അദൃശ്യം ഭാവരൂപഞ്ച സർവമേവ ചിദാത്മകം സാവധാനതയാ നിത്യം സ്വാത്മാനം ഭാവേത് ബുധഃ. കാണാൻ കഴിയാത്തതിനെയും കാണുന്നതിനെയും മറ്റെല്ലാത്തിനെയും പറ്റി ബുദ്ധിമതികൾ അവയെല്ലാം തന്നെ തന്റെ ബോധ തത്വമാണ് എന്ന് ആലോചിച്ച് മനസ്സിലാക്കണം. ദൃശ്യം ഹി ദൃശ്യതാം നീത്വ ബ്രഹ്മകാരേണ ചിന്തയേത് വിദ്വാൻ നിത്യസുഖേ തിഷ്ഠേ ദ്വിയാ ചിത് രസപൂർണയാ. കാണുന്നതിനെ കാണാത്തതായി മാറ്റിയെടുത്ത് ഈ പ്രപഞ്ചത്തെ ബ്രഹ്മനായി തന്നെ ബുദ്ധിമതികൾ കാണണം. അങ്ങനെ മാത്രമേ പരിശുദ്ധ ബോധവും പരമാനന്ദവും നിറഞ്ഞു നിൽക്കുന്ന മനസ്സോടെ അവന് ശാശ്വതമായ സത്യത്തിൽ വിഹരിക്കാനാവൂ. ആദ്യം ബാഹ്യവസ്തുവിനെ തന്റെ ധ്യാനത്തിന് പാത്രമാക്കാം. എന്നാൽ ആ രൂപം തന്റെ മനസ്സിൽ കണ്ടു മാത്രം ധ്യാനിക്കാൻ പിന്നീട് കഴിയണം. അവസാനം മനസ്സിനെയും ബ്രഹ്മനാക്കി കണ്ട് ധ്യാനിക്കണം. അപ്പോൾ മാത്രമേ അവസാന ലക്ഷ്യത്തിൽ എത്തിയെന്ന് പറയാൻ ആവൂ. ഏഭിരംഗൈ സമായുക്തോ രാജയോഗ ഉദാഹൃത കിഞ്ചിൽ പക്വകഷായാണം ഹഠയോഗേണ സംയുതഃ. മേൽപ്പറഞ്ഞ രീതിയിൽ പല പടികളുള്ള രാജയോഗം വിവരിച്ചു കഴിഞ്ഞു. പ്രാപഞ്ചിക സുഖങ്ങളിൽ നിന്ന് ഇനിയും മുക്തരാവാത്തവർ ഇതോടൊപ്പം ഹഠയോഗം കൂടെ പഠിക്കേണ്ടതുണ്ട്. ഈ രാജയോഗം ശുദ്ധ മാനസിക സ്വഭാവത്തോടെ ഉള്ളതാണ്.
മനസ്സിൽ നിന്ന് പ്രാപഞ്ചിക സുഖഭോഗ താൽപര്യവും മറ്റു ദൗർബല്യങ്ങളും മാറ്റി ശുദ്ധ മനസ്കരാവാത്തവർക്ക് ഇത് പരിശീലിക്കാൻ വിഷമമാണ്. അങ്ങനെയുള്ളവർക്ക് കുറച്ച് ധ്യാനവും കൂടുതൽ ശാരീരിക നിയന്ത്രണവും പഠിപ്പിക്കുന്ന ഹഠയോഗം ആണ് ആദ്യം ഉപയോഗപ്രദം. അതുവഴി നിയന്ത്രണം വന്ന ശേഷം മാത്രമേ രാജയോഗം പരിശീലിക്കാൻ തയ്യാറാകാവൂ. പരിപക്വം മനോയേഷാം കേവലോയം ച സിദ്ധിദ ഗുരു ദൈവത ഭക്താനാം സർവേഷാം സുലഭോ ജവാത്. ഗുരുവിനോടും ദൈവത്തോടും അകമഴിഞ്ഞ ആദരവും ഭക്തിയും ഉള്ളവർക്ക് മനഃശുദ്ധി പെട്ടെന്ന് കൈവരുന്നു. മനഃശുദ്ധിയുള്ളവർക്ക് ഈ രാജയോഗം മാത്രം മതി പൂർണ്ണത നേടാൻ എന്നും മനസ്സിലാക്കുക. ഗുരുവിന്റെ വാക്കുകളിൽ പരിപൂർണ വിശ്വാസവും അവനവന്റെ ഇഷ്ടദൈവത്തോട് അചഞ്ചലമായ ഭക്തിയും ഉള്ളവർ സംശയങ്ങളിൽ നിന്നും വിമുക്തരാവുകയും വേണ്ടത്ര ഏകാഗ്രത കൈവരിക്കുകയും ചെയ്ത് ഏറ്റവും പരമമായ സത്യത്തിൽ എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യുന്നു. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. അപരോക്ഷാനുഭൂതിർവൈ പ്രോച്യത്തെ മോക്ഷസിദ്ധയേ സദ്ഭിരേവ പ്രയത്നേന വീക്ഷണീയ മുഹുർമുഹു.